നമ്മുടെ നാട് മൊത്തം മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ കണ്ടൊരു ലോകത്തൊന്നുമല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പഴയ കാലത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ കാലത്തിലേക്കൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ കാലത്തിൻ്റെ ചില വൈകൃതങ്ങളുണ്ട്. ആ കാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ കിട്ടിയ സുഹൃതങ്ങൾ ഒരുപക്ഷെ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലെ തലമുറകൾ സ്വീകരിക്കുന്നുണ്ടോ ആസ്വദിക്കുന്നുണ്ടോ എന്ന് സംശയകരമാണ്. ഈ ജനറേഷൻ പല വ്യത്യസ്തമായ ജനറേഷൻ ഉണ്ട് ഇവിടെ. 70കളിൽ നിന്ന് തുടങ്ങി 90കളിൽ വരെ നിൽക്കുന്ന കാലഘട്ടത്തിനെ ഒരു മിലേനിയൻ ജനറേഷൻ എന്ന് ശാസ്ത്രലോകം വിശേഷിക്കപ്പെടുന്നുണ്ട്. മിലേനിയൻ ജനറേഷൻ. ആ ജനറേഷൻ്റെ കാലത്ത് മനുഷ്യൻ്റെ സ്വഭാവത്തിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി അടുത്ത ജനറേഷനിൽ. അത് കഴിഞ്ഞ് വന്ന ഒരു ജനറേഷൻ ഉണ്ട്, ഇസഡ് ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷൻ. ആ ഇസഡ് ജനറേഷൻ്റെ കാലഘട്ടം 2010 വരെയാണ്. 2010 ശേഷം ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം ഒരു ആൽഫ ജനറേഷൻ്റെ കാലഘട്ടമാണ്. ആ 2010 തൊട്ട് 2025 വരെയാണ് ഈ ആൽഫ കാലഘട്ടവും. 2025 ശേഷം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ബീറ്റ ജനറേഷൻ എന്ന് വിശേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2010 ശേഷം ജനിച്ച് 2025 വരെ ജനിച്ച കുഞ്ഞുങ്ങൾ ആൽഫ ജനറേഷൻ്റെ കുട്ടികളാണ്. അവരിതാ കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ മക്കളെ എന്ന് വിളിച്ചാൽ എന്തോന്ന് വിളി വെക്കും. അവർ വലിയ സ്നേഹമുള്ളവരാ. പക്ഷെ പലപ്പോഴും ഈ ജനറേഷൻ്റെ പ്രത്യേകതയുണ്ട്. അവരുടെ സ്വഭാവ രീതി, ഭാഷാരീതി, പഠനരീതി, ചിന്തനാത്മക രീതി, സാമൂഹ്യ വ്യവസ്ഥകളോടുള്ള പൊരുത്തപ്പെടലുകൾ, അവരുടെ സംസ്കാരം, അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ടോട്ടലി ചേഞ്ചാണ്. അവർ ബഹുമാനം കുറവ് കാണിക്കുന്നവർ, പിശുക്ക് കാണിക്കുന്നവരാണ്. പക്ഷെ കാരുണ്യം അവരുടെ ഹൃദയത്തിൽ നിറച്ചുണ്ട്. അവരേതെങ്കിലും ഒരു പ്രവർത്തന മേഖലയിലേക്ക് അവരുടെ മനസ്സ് സാന്നിധ്യമുണ്ടെങ്കിൽ അവരത് ഭംഗിയായിട്ട് നിർവഹിക്കും. കൊറോണ വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴൊക്കെ അവൻ്റെ കുഞ്ഞുകാലത്ത് അവൻ ചെയ്ത പ്രവർത്തനമൊക്കെ ഏറ്റവും ശ്ലാഘനീയമാണ്. അതവരാരും പഠിപ്പിക്കുകയൊന്നും വേണ്ട. പക്ഷെ അവർ ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. പക്ഷെ പലതും തെറ്റിപ്പോകാറുണ്ട്. അവർ വൈകാരികമായി ചിന്തിക്കും. പെട്ടെന്ന് അവർക്ക് കാര്യം നടക്കണം. നോക്കണേ, മൈക്കിനെന്തോ ഒരു ഇത് വരുന്നുണ്ട്. നോക്കി പറഞ്ഞാൽ മതി. അപ്പോ കുഴപ്പമില്ല. നമ്മൾ ഒരു വല്ലാത്തൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കണേ. ഈ ലോകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മാതാപിതാക്കളെ. കാരണം നമ്മുടെ മുൻനിരയിരിക്കുന്ന നമ്മുടെയൊക്കെ ലോകം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ലോകമാണ്. നമ്മളൊക്കെ വീട്ടിനകത്ത് ഭക്ഷണം കഴിച്ച് വീടിന് പുറത്തൊക്കെ കാര്യം സാധിച്ച തലമുറകളാണ്. പക്ഷെ ഇന്നിൻ്റെ തലമുറകളൊക്കെ വീടിന് പുറമേന്ന് ഭക്ഷണം കഴിച്ച് വീടിനകത്ത് വന്ന് കാര്യം സാധിക്കുന്ന തലമുറയായി മാറിയിട്ടുണ്ട്. അവർ രാത്രിയാണ് അവരിത് പകലാക്കി മാറ്റുന്നത്. ഇന്നത്തെ ജനറേഷനൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മതി, ഉറക്കമില്ല അവർക്ക്. അവർ ഉണർന്നിരിക്കുക. അവരുടെ കയ്യിലെല്ലാം ഒരു ഹാൻഡ്രോഡ് ഫോണുകളുണ്ട്, ഇലക്ട്രോണിക് ഡിവൈസുകളുണ്ട്. അവർ രാത്രിയെ പകലാക്കി, പകലിനെ രാത്രിയാക്കി മാറ്റുന്ന കാലാവസ്ഥ ഇങ്ങനെ മാറുന്നതനുസരിച്ച് അവരുടെ സാംസ്കാരിക രീതികളെല്ലാം അവരുടെ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറിയ രീതിയാണ് ഇന്നിൻ്റെ കാലം അത്ഭുതത്തോട് നോക്കിക്കാണുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നെഹ്റു പറയാറുണ്ട്, കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങളെയും ഇതിഹാസങ്ങളെയും തേടിപ്പോന്നവരാണ് കുഞ്ഞുങ്ങൾ. അവരെ ചേർത്ത് പിടിച്ചാൽ മതി, അവരായി കണ്ടാൽ മതി, അവരെ നിങ്ങളായി കാണാതിരിക്കരുതെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മളായി കാണാറുണ്ട്, നമ്മുടെ കണ്ണുകളിലൂടെ കാണാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. കുട്ടികളുടെ കണ്ണുകളിലൂടെ കണ്ടാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരും അത്ഭുതങ്ങളെയും ഇതിഹാസങ്ങളെയും തേടിപ്പോകുന്നവരാണ് കുട്ടികൾ. അതുകൊണ്ട് അവരോട് ഇടപഴകുന്നതും അവരോട് കാണിച്ചു കൊടുക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാകുന്ന രീതിയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടും. അവരെ സ്വാധീനിക്കുന്നതാണെങ്കിൽ അവർ ജീവിതത്തെ അത് കൂടെ ചേർക്കും. ഈ അടുത്തിടയ്ക്ക് കറിയൽ പിതാവ് ഒരു വലിയ പരിപാടി വെച്ച് കുട്ടികളോട് ചോദിച്ചു, മക്കളെ, ഈ പറയുന്ന ആൽഫ ജനറ കുട്ടികളോട് ചോദിച്ചു, 2010 ശേഷവും ഏകദേശം ഒരു
സെഡ് കാറ്റഗറി ജനറേഷനൊക്കെ മിക്സഡായ സദസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, പിതാവ് ചോദിച്ചു, മക്കളെ നിങ്ങളെ സ്വാധീനിച്ച സിനിമകൾ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു ആവേശം, ഒരു കുട്ടി പറഞ്ഞു മഞ്ഞുമൽ ബോയ്സ്, ഒരു കുട്ടി പറഞ്ഞു പ്രേമലു. വളരെ ആവേശത്തിലാണ് പറയണേ. ആ പിതാവ് വീണ്ടും ചോദിക്കുന്നുണ്ട്, മക്കളെ ഈ സിനിമകളൊക്കെ എവിടെയാണ് ആത്മാവ്, എവിടെയാണ്? ഈ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ അടിയും ഇടിയും കുടിയാണ്. നോക്കണം, ഈ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ അടിയും ഇടിയും കുടിയുമാണ്. ഇത് സമൂഹത്തെ എവിടെയാണ് കൺസൾട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിയ മെസ്സേജ്? നിങ്ങളിതിൽ നിന്ന് സ്വായത്തമാക്കിയത് എന്താണ്? അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ബാല്യകൗമാരങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രരീതികൾ, അവരുടെ സ്വഭാവ രീതികൾ, അവരിരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ ഫാഷനുകൾ, ട്രെൻഡുകൾ എല്ലാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സിനിമാ മാധ്യമങ്ങൾ കുഞ്ഞു തലമുറകളെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ പല റീൽസുകളും വിഷ്വൽസുകളും അവരുടെ കുഞ്ഞു മോണിറ്റർ മൊബൈലിൻ്റെ സ്ക്രീൻ സേവറിൽ വരുമ്പോൾ ഇതാണ് ഇന്നിൻ്റെ കാലത്ത് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷൻ നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എല്ലാ കലകളും സന്നിവേശിക്കപ്പെടുന്ന മഹത്തരമായൊരു കലയാണ് സിനിമ എന്ന് പറയുന്ന കല. അത് കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അത് സമൂഹത്തെ കൺസൾട്ട് ചെയ്യണം. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയ സിനിമകളൊക്കെ സമൂഹത്തെ എവിടെയാണ് കൺസൾട്ട് ചെയ്യുന്നത്? അപ്പോൾ അവിടെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സമൂഹത്തിന് ഒരു പരാജയം സംഭവിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ്. അദ്ദേഹം അഭിനയിച്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരി കൂട്ടിയ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രമെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പറയുന്ന ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ കേരളത്തിന് പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ കോടികൾ വാരി കൊണ്ടുപോയത്. ആ സിനിമ യുവാക്കൾ എഴുന്നേറ്റ് കൈയടിച്ച സിനിമയാണ്. ശരിക്കും ആ സിനിമയുടെ മെസ്സേജ് എന്താണ്? ബാങ്ക് ഉദ്യോഗസ്ഥനായ ദുൽഖർ എന്ന് പറയുന്ന ഭാസ്കർ എന്ന് പറയുന്ന ആ വ്യക്തി അനധികൃതമായി ഒരു ഉപജാപ വൃന്ദം പണം സമ്പാദിക്കുമ്പം ആ പണം ട്രേഡ് മാർക്കറ്റിലേക്ക് ഇറക്കി ഓഹരി കമ്പോളത്തിൽ നിന്ന് പണം സമ്പാദിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ അവരോട് കൂട്ടുനിന്നുകൊണ്ട് ആ പണത്തിൻ്റെ വിഹിതം വാങ്ങി ആർഭാട ജീവിതം നയിച്ച് വിദേശത്ത് പോയി ലക്ഷറി കാറുകളും ഫ്ലാറ്റുകളൊക്കെ വാങ്ങി മനോഹരമായി ജീവിതം നയിക്കപ്പെടുന്ന ഒരു കഥാനായകൻ. അതാണ് സമൂഹത്തിൽ ഇന്നിൻ്റെ തലമുറയ്ക്ക് കൊടുക്കുന്ന ചിത്രം കൊടുക്കുന്ന മെസ്സേജ്. പക്ഷെ അതും കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിയേറ്ററുകളിൽ തമർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ആവേശമെന്ന് പറയുന്ന സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ അടിയും ഇടിയും കുടിയുമാണ്. തിയേറ്ററുകൾ മുഴുവൻ എഴുന്നേറ്റുന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന കുട്ടികൾ. വയലാർ മനോഹരമായ വരികൾ എഴുതി യേശുദാസ് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് വേദിയിൽ ഒരുപക്ഷെ ആലപിക്കുന്ന പഴയ നല്ല അർത്ഥവത്തുള്ള നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ ഇന്ന് എവിടെയെങ്കിലും കുട്ടികളെ കിട്ടുമോ? അല്ലെങ്കിൽ മനോഹരമായ നല്ല ചില ശീലുകൾ കേൾക്കാൻ ആരെങ്കിലും ഇന്ന് ഉണ്ടാകുമോ? ഒരറിയപ്പെടുന്ന മതപണ്ഡിതൻ, ഒരു ഉസ്താദോ, ഒരു മതമേലധ്യക്ഷൻ മനോഹരമായ ജീവിത ദാർശനിക മൂല്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മനോഹരമായ പ്രസംഗം നടക്കുന്ന ഏതെങ്കിലും വേദികളിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ വന്നിരിക്കുമോ? ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തർ തലയും എണ്ണി ഒന്ന് പരിശോധിച്ച് നോക്കൂ. എത്ര തീപാറുന്ന തീഷ്ണതയുള്ള ചെറുപ്പക്കാർ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘടന ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരോട് മഹൽ കമ്മിറ്റി അല്ലെങ്കിൽ VRC മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ചു പേരെ നിങ്ങൾക്ക് ഈ സദസ്സിൽ കാണാൻ പറ്റും. പക്ഷെ എത്രയോ ചെറുപ്പക്കാർ ഈ സമയങ്ങളിൽ റോഡുകളിൽ തെക്കും വടക്കും നടക്കുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ ഇവിടെ നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചാൽ ഇവിടെ പോലീസ് അല്ലെങ്കിൽ ഇവിടെ പട്ടാളം ഇറങ്ങിയാൽ അവരെ നിയന്ത്രിക്കാൻ പറ്റൂല. ചില ആളുകളെ കൊണ്ടുവരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ. ആളുകൾ ആരാന്ന് ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് പലരും ജയിലിൽ പോയിട്ടുണ്ട്. ഇപ്പം പല കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മതാധ്യക്ഷന്മാരോ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഒന്നും കൊണ്ടുപോകുന്നൊരു കാര്യമൊന്നുമില്ല. തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അങ്ങ് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാധു സ്ത്രീ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു. നിരാഹാര സത്യാഗ്രഹം നടത്തി ആ സാധു സ്ത്രീ. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ സേവറിലോ സ്റ്റാറ്റസുകളിലോ അവരുടെ ഫോട്ടോ വന്നില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് 250 മീറ്റർ അപ്പുറത്ത് ഒരു ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനത്തിന് അറിയപ്പെടുന്ന ഒരു മഹതി അവിടെ വന്നിരുന്നു. ആ മഹതിയെ കാണാൻ വന്ന ജനക്കൂട്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ പേടിച്ചു പോകും. ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകം അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു സൈബർ യുഗമാണ്. നയനസുഖത്തിനായി വിരുന്നൊരുക്കപ്പെടുന്നിടത്താണ് ഈ ലോകം ഇന്ന് ആസ്വാദകരെ തേടുന്നത്. അവിടെ ഒരു നയനസുഖം ഉണ്ടാകണം.
കേവലം ഒരുപക്ഷെ ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്ത ഈ പരിപാടിയിൽ അരാജകത്വത്തിൽ നിന്ന് മോചനമെന്ന ക്യാപ്ഷൻ കൊടുക്കാൻ കാരണം എന്താണെന്നറിയാമോ? ലഹരി എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശം നടത്തിയാൽ ഒരുപക്ഷെ ആളെ തീരെ കിട്ടൂല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്, എന്നെ ഇടതുഭാഗത്ത് കാണുന്ന കുറേ സഹോദരിമാരുണ്ട്. ലഹരി എന്ന വാക്കിനെ കുറിച്ച് ഫിലിപ്പമ്പാട് സംസാരിക്കാനിരുന്നാൽ ഇത് കേൾക്കേണ്ട ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാർ മദ്യപിക്കുന്നവരാണോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ കഞ്ചാവോ മദ്യമോ ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ സംസാരിക്കേണ്ട ഇവിടെ ഒന്നുമല്ല, വല്ല ബീവറേൻ്റെ വരിയിലോ ഓവുപാലത്തിനടിയിൽ തെങ്ങും തൊപ്പിലോ പാറക്കെട്ടിലോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ അച്ചാറൊക്കെ തൊട്ട് നോക്കി അല്ലേ അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്ത് പോയിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഇവിടെ ഇതിന് പ്രശസ്തിയൊന്നുമില്ല. പക്ഷേ ചില ബോധ്യപ്പെടുത്തലുകൾ ബോധമുള്ളവരോട് ആവുന്നത് നല്ലതാണ്. ആ ബോധമുള്ളവർ ചില ബോധ്യപ്പെടുത്തലുകൾ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും, അതൊരു ചിന്തയാണ്. ആ ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. ഒരുപക്ഷെ ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്, ഈ ലോകം മാറിപ്പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാലത്ത് നിങ്ങളുടെ കയ്യിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ അവർക്ക് കൊടുക്കണം. അവർക്കത് കൊടുത്താൽ മാത്രമേ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. എന്താ എഴുതിയത് മനസ്സിലായില്ല. ആ പ്രവാസിക്ക് വേണ്ടി. ഓക്കെ, യെസ് 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 യെസ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സ്വാധീനിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾ ഒരു സൈബർ റിലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ജീവിക്കുന്നതൊക്കെ, അവർ രാവിലെ ഉണർന്നാൽ അവരുടെ ചിന്തകളെല്ലാം മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ ഗൂഗിളിൽ വിക്കിപീഡിയയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ചോങ്ചിങ് സിറ്റി എവിടെയാണ്? ചോങ്ചിങ് സിറ്റി ഫ്രം ചൈന. ഈ ചോങ്ചിങ് സിറ്റിയിൽ വിചിത്രമായ മത്സരം നടക്കുന്നൊരു സിറ്റിയാണ് ചോങ്ചിങ് സിറ്റി. ഓരോ മാസവും ഓരോ വർഷവും 10ഓളം വിചിത്രമായ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ അത്ഭുതപ്പെടുത്തുന്ന ഒരു സിറ്റിയാണ് ചോങ്ചിങ് സിറ്റി. ആ സിറ്റിയിൽ 2024 ഡിസംബറിൽ നടന്ന മത്സരം വ്യത്യസ്തമായ മത്സരമാണ്. 1000 എൻട്രികൾ ക്ഷണിച്ചു, 100 പേരെ സെലക്ട് ചെയ്തു. ആ 100 പേരിൽ നിന്ന് 10 പേരെ ഫൈനൽ മത്സരത്തിനായി ക്ഷണിക്കപ്പെട്ടു. ആ 10 പേരോട് 10 പേർ മത്സരത്തിൽ പങ്കെടുത്തത് തങ്ങളുടെ ജീവിതത്തിനകത്ത് 8 മണിക്കൂറുകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ 8 മണിക്കൂർ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണുകൾ നിങ്ങളുടെ കയ്യിലിരിക്കണം. പക്ഷേ ആ മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ കടത്തിവിടരുത്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ നിങ്ങൾ ഓണാക്കരുത്. നിങ്ങളുടെ ശാരീരിക മാനസിക വൈകാരികങ്ങളും നിങ്ങളുടെ ചിന്തനാത്മക രീതികളെല്ലാം മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇടപെടാൻ പാടില്ല. 8 മണിക്കൂർ സമയമാണ്. അതിനകത്ത് എത്ര പേർ ഈ 8 മണിക്കൂറിലേക്ക് എത്തും, അതാണ് മത്സരം. 1000 പേരെ പിന്തള്ളി 100 പേരെത്തി, 100 പേരെ പിന്തള്ളി 10 പേരെത്തി. ആ 10 പേരുടെ മത്സരം സ്റ്റാർട്ടപ്പ് ചെയ്തു. അതിനകത്തുനിന്ന് 3 മണിക്കൂർ കഴിയുമ്പോഴും 4 മണിക്കൂർ കഴിയുമ്പോഴും ഓരോരുത്തർ അങ്ങ് പൊഴിഞ്ഞു. ഒന്നാം സമ്മാനം കിട്ടിയ 22 വയസ്സുകാരി ചെറുപ്പക്കാരിക്ക് കിട്ടിയത് 89 മാർക്കാണ്. അവൾ പിന്നിട്ടത് 7 മണിക്കൂറും സംതിങ് ടൈമുമാണ്. 8 മണിക്കൂറൊക്കെ അവൾ എത്തിയില്ല. അപ്പോൾ ആ 7 മണിക്കൂർ പിന്നിട്ടവരേക്കും അവളുടെ ചിന്തകളുമൊക്കെ വഴിമാറാൻ തുടങ്ങി. അതിനുള്ള എക്സ്പേർട്ട് പാനലുകൾ അത് കണ്ടെത്തി. നോക്ക്, ലോകം അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഓരോ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു വേർഡ് കണ്ടെത്തും, ദ വേർഡ് ഓഫ് ദ ഇയർ. ഈ കഴിഞ്ഞ 2024 ഒരു വേർഡ് കണ്ടെത്തിയിട്ടുണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ആ വേർഡാണ് ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന വാക്കിന് അർത്ഥം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, തലച്ചോറിൻ്റെ ചീയൽ എന്നാണ്. നിലവാരമില്ലാത്ത ഓൺലൈൻ ട്രേഡിങ്ങുകളും നിലവാരമില്ലാത്ത ചാറ്റിങ്ങുകളും അശ്ലീല ചിത്രങ്ങളും അവിശുദ്ധമായ മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കലും അത് നഷ്ടപ്പെടലുകളും സങ്കടപ്പെടലുകളും എല്ലാം ചേർത്തുകൊണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഒരു കുഞ്ഞു വേർഡ് അവർ കണ്ടെത്തി, ബ്രെയിൻ റോട്ട്, തലച്ചോറിൻ്റെ ചീയൽ. ഒരു അപജയം സംഭവിച്ചിരിക്കുന്നു തലമുറകൾക്ക്. നോക്ക്, ഇലക്ട്രോണിക്സ് ഡിവൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലമുറകൾക്ക് മുഴുവനും ഒരു അപജയം, പരാജയം സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഒരു കട്ടിൽ കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പോലും സംസാരിക്കാൻ സമയമില്ല. ഒരു കുഞ്ഞു സമയം കിട്ടിയാൽ ഭാര്യയും ഭർത്താവും ഒരുപക്ഷെ അവരുടെ സമയങ്ങളൊക്കെ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് വഴിമാറ്റപ്പെടുന്നുണ്ട്. ആ മൊബൈലിനകത്തിരിക്കുന്ന ചില റീൽസുകളും ചില വീഡിയോസുകളും കണ്ടിട്ട് സംതൃപ്തി അടയുന്നുണ്ട്. പലതും നമ്മൾ കണ്ടിട്ട് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ മൊബൈലിൻ്റെ സഹായത്തോടു കൂടിയാണ്. മൊബൈൽ ഏറ്റവും നല്ലത്, അതിനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ പലപ്പോഴും ഒരു കുഞ്ഞ് നല്ല സമയം കിട്ടിയാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാര്യയ്ക്കും ഭർത്താവിനും സമയമില്ല. ഒരുപക്ഷെ മക്കളെ കൂട്ടുപിടിക്കാൻ മൊബൈൽ വന്നതിന് ശേഷം നമുക്കൊക്കെ ഒരുപക്ഷെ നല്ല സമയങ്ങളെ നമ്മളെല്ലാം കൊന്നുകളയുന്നുണ്ട്.
ഒരു കുഞ്ഞ് സമയം കിട്ടിയാൽ നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണാണ്, അതിൻ്റെ സ്ക്രീനിൽ പിന്നെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കലാണ്. കട്ടിലെ കിടക്കുന്നുണ്ട്, കുഞ്ഞു കട്ടിലാണ്, വലിയ സ്പേസ് ഒന്നുമില്ല, കുഞ്ഞു കട്ടില. ആ കട്ടിലെ കിടന്നുകൊണ്ട് ഇങ്ങനെ മൊബൈലിൻ്റെ സ്ക്രീൻ ഇങ്ങനെ നോക്കി മാറ്റിക്കൊണ്ടിരിക്കുക ഭാര്യയുടെ ചെവിക്കകത്ത് ബഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഭാര്യ വേറെ ലോകത്തേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്ത് ഭർത്താവുമുണ്ട്, ഭർത്താവും റീൽസ് കണ്ട് ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും ചിരിച്ച് ചിരിച്ച് ഇപ്പോൾ കട്ടിലെ നിലത്ത് പോകാറായി. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ഇങ്ങനെ തള്ളുന്നുണ്ട് അങ്ങോട്ട് ഭാര്യ കേൾക്കുന്നൊന്നുമില്ല, ഭാര്യ ചിരിക്കാൻ ഭർത്താവും ചിരിക്കുന്നുണ്ട്. അവസാനം ഭർത്താവ് നിലത്ത് പോറായപ്പം ഗതി കെട്ടിട്ട് മൂപ്പര് ആ ഫോണിനകത്തൊരു മെസ്സേജ്, മുത്തേ ഒന്ന് നീങ്ങിക്കിടക്കടിയെന്ന്. അപ്പോൾ ഭാര്യ മെസ്സേജ് കണ്ടിട്ട് സോറിയുടെ കുട്ടാ എന്ന് പറഞ്ഞ് തിരിച്ചൊരു മെസ്സേജ്, എന്നിട്ട് ഭാര്യ ഒന്ന് നീങ്ങിക്കിടന്നു. അപ്പോൾ ഒരു കട്ടിലിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർക്ക് മെസ്സേജുകൾ ഫോൺ വഴി പകുത്തു കൊടുക്കേണ്ട ഒരു ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലാണ് നമ്മൾ വരോട് മഹല് കമ്മിറ്റി VRC മദ്രസ പൂർവ്വ സംഘവും ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതാ സത്യം. ഇന്നെല്ലാം വെർച്വലാണ്. ഒരുപക്ഷെ ഇന്ന് വരോടിൻ്റെ മണ്ണിൽ കൂട്ടായ്മയുടെ സംയുക്ത പരിപാടി പ്രവാസ ലോകത്തിരുന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത് കാണുന്നുണ്ട് ലൈവായിട്ട്. കാരണം എന്താ, ഇന്നെല്ലാം വെർച്വലായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല ബെറ്റർ സംവിധാനത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ വെർച്വൽ കാലഘട്ടം നമ്മുടെ സാംസ്കാരികത്തെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ കുടുംബബന്ധത്തെയും നമ്മുടെ സ്നേഹബന്ധത്തെയും മാനവികതയും മനുഷ്യത്വത്തെയും എല്ലാം ഇന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അവിടെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ചില ചിന്തകളുണ്ട്. ഇനി വരുന്ന കാലം എന്തിനുള്ള കാലമാണ്, ഇനി വരുന്ന തലമുറ എത്തരത്തിലാണ് ചിന്തിച്ചിട്ടുണ്ടോ? ആ തലമുറയുടെ പേരാണ് ഞാൻ പറഞ്ഞ ബീറ്റ ജനറേഷൻ. ഈ ബീറ്റ ജനറേഷൻ എന്ന് പറയപ്പെടുന്ന തലമുറ 2025 2025 ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾ മുഴുവനും ബീറ്റ ജനറേഷനാണ്. ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളെ കണ്ട് നമ്മൾ പൊട്ടിച്ചിരിക്കും. കാര്യം എന്താ, പരിഹസിച്ചുകൊണ്ടല്ല ചിരിക്കുന്നത്. അവൻ്റെ ബുദ്ധി വൈഭവത്തെ ഒരുപക്ഷെ നമ്മൾ കണ്ട് അത്ഭുതപ്പെടും. കാരണം അവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വരുന്നവനാണ്. അവന് ഒന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. അവന് ഈ ശാസ്ത്രലോകത്തിൻ്റെ മുഴുവൻ സാധ്യതകളെയും അവൻ സ്വീകരിച്ചുകൊണ്ടാണ് അവൻ്റെ വരവ്. അതൊരു വരവാണ് അവൻ വരുന്നത്. കാരണം അവൻ മുട്ടിലിരുന്നു കൊണ്ട് അവനെ തല ചരിക്കുന്നിടത്ത് അവൻ അവിടെ ഇമാജിനേഷൻ അവൻ ക്രിയേറ്റ് ചെയ്യും. അവൻ്റെ ചിന്തകളിൽ വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കും. ഒരുപക്ഷെ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സ്വപ്നങ്ങൾക്ക് അവൻ ചിറകുകൾ തുന്നിച്ചേർക്കും. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ ചിറകുകൾ തുന്നിച്ചേർത്ത ആ കുരുവിക്ക് വേണ്ടി അവൻ ജീവൻ നൽകാൻ കഴിവുള്ള പ്രാപ്തനുള്ളവനാണ് ഇനി വരുന്ന തലമുറകൾ, ബീറ്റ ജനറേഷൻ. ശാസ്ത്രലോകം അവരെ വിശേഷിക്കപ്പെടുന്നത് അതിബുദ്ധിമാന്മായ, ഏറ്റവും കൗശലക്കാരായ, ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട ഒരു ജനറേഷനാണ് 25 ശേഷം പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും. അവരോടൊക്കെ നമ്മൾ ഒരു 70 71 അല്ലെങ്കിൽ 69 ജനിച്ച കാലഘട്ടത്തിൽ ജനിച്ച നമ്മൾ ഒരു ചേമ്പിൻ്റെ തലയെ വെച്ചുകൊണ്ട് നടന്ന കാലവും ഒരു മുണ്ടും ഷർട്ടും മാത്രം എടുത്തുകൊണ്ട് ജീവിച്ച കാലവും മാമൻ ചൂട്ട് മാങ്ങ പെറുക്കി കഴിച്ച് ചക്ക കഴിച്ച് വിശപ്പടിക്കിയ കാലവും ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പഠിച്ചതൊക്കെ അവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നമ്മളെ പരിഹസിക്കും. കാര്യം എന്താ, അവൻ ഇന്നിൻ്റെ മകനാണ്, അവൻ ഇന്നിൻ്റെ പുത്രനാണ്. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ഇല്ലായ്മകളും പോരായ്മകളും നിങ്ങളുടെ ആകുലതകളും വ്യാകുലകളും ഈ നവമാധ്യമ കാലഘട്ടത്തിലെ സൈബർ യുഗത്തിലെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ പിന്തിരിഞ്ഞ് നടക്കും. കാര്യം വേണ്ട, അവൻ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജനിച്ചവനാണ്. ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ വാക്താവാണ് അവൻ. ഒരുപക്ഷെ നമ്മൾ 74കളിൽ നമ്മൾ വായിച്ച പത്രമുണ്ട്, നമുക്കൊക്കെ അറിയാം. ആ പത്രത്തിൻ്റെ വാർത്ത എപ്പോഴും എൻ്റെ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. ആ പത്രം എങ്ങനെയാണ് 74 അച്ചടിച്ചിരിക്കുന്ന തിരുവനന്തപുരം എഡിഷനാണ്. അച്ചടിച്ചിരിക്കുന്ന വാർത്ത വലിയ അക്ഷരത്തിലാണ്, തലസ്ഥാന നഗരം വൻ ലഹരിവേട്ടക്കാരുടെ കയ്യിൽ. തലസ്ഥാന നഗരത്ത് വൻ ലഹരിവേട്ട, തലസ്ഥാന നഗരം ലഹരിവേട്ടക്കാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ അങ്ങനെ കുറേ 10-12 പോലീസ് ഓഫീസർമാരെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. തലസ്ഥാന നഗരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൻ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു പോലീസ്. എത്ര ഗ്രാമാണ് പിടിച്ചിരിക്കുന്നത്? 60 ഗ്രാം. 60 ഗ്രാം കഞ്ചാവ് വലിയ വേട്ട നടത്തിയിരിക്കുക 74-ൽ. ആ 74 കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കൊണ്ടുവരാം. 1910 കൊണ്ടുവരാം. ഒരു വലിയ ന്യൂസ് പറയാം. അത് തൃശ്ശൂർ ആണ് ആ ന്യൂസ്. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 2 നാടോടി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്നത് 1.25 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. 1.25 കിലോ കഞ്ചാവ്. അത് വലിയ വാർത്തയായിരുന്നു അന്ന്. അത് 10 സ്റ്റേറ്റ് ന്യൂസായിരുന്നു. അത് വലിയ ന്യൂസാണ്. നമ്മൾ പീഡിയക്കൊലായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഓർമ്മകളിൽ നമ്മുടെ ഉപ്പയൊക്കെ വായിച്ചിട്ടുണ്ട്. നോക്ക്, തൃശ്ശൂർ 1.25 കിലോ കഞ്ചാവ് പിടികൂടി. എന്താ നാടിൻ്റെ പോക്ക്? 1.25 കിലോ കഞ്ചാവേ, എന്താ അത്? 2024 എത്തിയപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ മാനത്തമംഗലം ബൈപ്പാസിൽ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാപ്പ് ടീം മകൾ പിടികൂടിയത് 196 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 196 കിലോഗ്രാം കഞ്ചാവ്.
പ്ലേസ് ഓഫ് ഒക്കറൻസ് ഫ്രം മാനത്തുമംഗലം ബൈപ്പാസ്. മനസ്സിലാക്കണം, അത് പിടികൂടിയതിൻ്റെ വാർത്ത പിറ്റേന്ന് പത്രത്തിൻ്റെ പ്രധാന പേജിലൊന്നും വന്നിട്ടൊന്നുമില്ല. പിറ്റേന്ന് വന്ന വാർത്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഏത് നടൻ കൊടുക്കും, ഏത് നടി കൊടുക്കും, അതറിയാനാണ് മലയാളിക്ക് ഇഷ്ടം. പക്ഷേ രണ്ടാമത്തെ ദിവസം വാർത്ത വന്നു, അത് രണ്ടാമത്തെ പേജിലാണ് വന്നത്. പെരുന്തമണ്ണ പോലീസ് വൻ കഞ്ചാവ് പിടികൂടി. രണ്ടാമത്തെ ദിവസം 2-ാം പേജിൽ 196 കിലോ കഞ്ചാവ്. 1974 60 ഗ്രാം കഞ്ചാവ്, ഒരു വാച്ചിൻ്റെ 2 വാച്ചിൻ്റെ തൂക്കമുള്ള 60 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഇപ്പോൾ പത്രമാധ്യമത്തിൻ്റെ പ്രധാന പേജിൽ വാർത്ത വന്നപ്പം 910 1,4 കിലോ കഞ്ചാവ് പിടികൂടിയത് വാർത്ത വന്നപ്പം 196 കിലോ കഞ്ചാവ് പിടികൂടിയത് പത്രത്തിൽ വാർത്തയാകുന്നില്ല. കാര്യം എന്താ? സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ ഡിറ്റക്ഷൻ ഒന്നും ഇപ്പോൾ വലിയ അതിശയമില്ല. മുക്കിനും മൂലകളിലും ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് കിട്ടുന്നുണ്ട്. അവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് പോയിട്ട് ഒരു നായി അഴിച്ചുവിട്ട ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിച്ചൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിലെ ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് 3 പേരെ തലക്കടിച്ചിട്ട് അവൻ കൊലപ്പെടുത്തിയത്. 4-ാമത്തെ ആൾ വന്നപ്പം ആ തലയുടെ പിൻഭാഗത്ത് ആഞ്ഞടിച്ച് 2 കൈകൾ തല്ലി ഒടിച്ചു. തീവ്രപരിചയത്ത് വെന്റിലേറ്റർ കിടക്കുന്നുണ്ട്. ഒരു മിടുക്കനായ ആ കുടുംബം നോക്കിയൊരു ചെറുപ്പക്കാരൻ. ആരെയാ അടിച്ചു കൊന്നത്? ആ കുടുംബം നോക്കുന്ന ദിശാബോധമുള്ള നല്ല ദൈവബോധമുള്ള ഒരു കുടുംബത്തിലെ 3 പേരെയും ഒരുവനെ ഭാഗികമായിട്ടും ഇല്ലാതാക്കി സ്വന്തം മക്കളുടെ കണ്ണുമ്പിലിട്ട്. എന്ത് കാരണം കൊണ്ടാ? ഒരു സിഗരറ്റ്, ഒരു മദ്യപിച്ച ആളൊന്നുമല്ല. ഈ പറയുന്ന MDMA അടിമപ്പെട്ട ഒരു അധമൻ. മനസ്സിലാക്കണം, ഒരു അധമനാണ് അത് ചെയ്തത്. ആ വാർത്തയുടെ ചൂട് മാറുന്നതിന് മുമ്പ് അങ്ങ് സാമൂതിരിയുടെ നാടായ കോഴിക്കോട് നമ്മൾ അടിവാരത്ത് നടന്ന സംഭവം. സുബൈദ എന്ന് പറയുന്ന ഉമ്മ, അല്ലേ, സ്വന്തം മകൻ, ജന്മം കൊടുത്ത മകനാണ് ആ ഉമ്മ ഇല്ലാതാക്കി കളഞ്ഞത്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഒരുപക്ഷെ ഇനിയും എത്ര ദുരന്തങ്ങൾ ഇവിടെ സംഭവിക്കാൻ കിടക്കുന്നു. ആരാ ഉത്തരവാദി? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ആര് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ആരാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ഒരുപക്ഷെ വരോട് മഹല് കമ്മിറ്റി, VRC, മദ്രസ പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മയും സംയുക്തമായിട്ട് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഒരു ആശങ്കയുണ്ട്. കാര്യം എന്താ? നാടിൻ്റെ ചെറിയ ദുരന്തങ്ങൾ, നാടിൻ്റെ ചെറിയ സങ്കടങ്ങൾ, നാട്ടിൽ അവിടെ എവിടെയും തലപൊക്കുന്ന ചെറിയ ലഹരിയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരുപക്ഷെ നമ്മളിന്ന് മാറ്റപ്പെട്ട്, വിശ്വാസ സമിതിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ഒരു ധൂർത്തുപുത്രൻ, അല്ലെങ്കിൽ എന്നേക്കുമായി കൂട്ടം പിരിഞ്ഞു പോകുന്ന ചില കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ദേശത്ത് ലഹരി പദാർത്ഥങ്ങൾക്ക് എക്സൈസ് പോലീസ് പിടികൂടിയതിൻ്റെ പേരിലുണ്ടായ ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില സങ്കടങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആളുകളൊക്കെ ഒന്ന് കൂടുക. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ജാഗ്രതയൊക്കെ നമുക്കുണ്ടാവും, ജാഗ്രത സമിതികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ റോട്ടിൽ അപകടമൊക്കെ, ഇങ്ങനെ കുറേ അപകടമൊക്കെ നടക്കും. റോട്ടിൽ അപകടം നടക്കുമ്പോൾ നമുക്കൊരു ബോധമൊക്കെ വരും, ഇവിടെ ഒരു അമ്പിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ അമ്പൊക്കെ ഇട്ട് കൊടുക്കും. അമ്പിടുമ്പോൾ വലിയ അമ്പൊക്കെയാണ് ഇടുന്നത്. ആ ദേഷ്യത്തിലാണ് നമ്മൾ അമ്പിടുക. കുറച്ചും കൂടെ കട്ടിയിരിക്കട്ടാ എന്നൊക്കെ പറയും. നല്ല കൂർത്തിട്ടേക്കായിരിക്കും അമ്പിടുക. വണ്ടിയൊക്കെ വന്നിട്ട് നല്ല കൊണ്ട് ചാടും, അല്ലേ, കുറേ ചാട്ടമൊക്കെ കൊണ്ട് ചാടും. പക്ഷേ കുറച്ച് ദിവസമേ ഈ ഒരു അമ്പിടലിൻ്റെ ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ. പിന്നെ വണ്ടികൾ കയറി അമ്പ് തേഞ്ഞ് അമ്പ് പഴയ രൂപത്തിലോ. പിന്നെ അതിൻ്റെ പുറകെ ആര് പെയിൻ്റ് അടിക്കാനോ കുറച്ചും കൂടെ ടാറ് ഇതിൽ കൊണ്ട് വെച്ചിട്ട് ഒരു ജാഗ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുമൊന്നുമില്ല. കാര്യം എന്താ? ആ ജാഗ്രത അങ്ങോട്ട് പോയി അടുത്തൊരു അപകടം വരണം. നാട്ടിൽ എന്ത് ദുരന്തമുണ്ടായാലും, വലിയ വലിയ കൂട്ട ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജാഗ്രത ഉണ്ടാവും. പുതിയ കുറേ ഓർഡറൊക്കെ ഇറങ്ങും. അന്ന് കുറേ ആളുകളൊക്കെ വരും. അന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഓരോ ജാഗ്രതകൾ ഉണ്ടാവുന്നത്, അല്ലേ? പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്യണം. നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടി വരും. എന്നാലേ ഈ നാടിന് ശാശ്വതമായിട്ട് ചില നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. നമ്മൾ ലഹരി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ലഹരി എന്ന് പറയുന്ന വിഷയം ചിലപ്പോൾ പക്ഷെ നമ്മളെ ഈ ഇരിക്കുന്ന കൂട്ടത്തിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലും ഒരു സങ്കടം അനുഭവിക്കാത്തവരൊന്നും ലഹരി ബാധിക്കൂല. കാര്യം എന്താ? എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്ന, എൻ്റെ മക്കളൊന്നുമില്ല, ഞാൻ സേഫ് സോണിലാണ്. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ലഹരി എന്ന് പറയുന്ന ദുരന്തം ക്ഷണിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. ക്ഷണിക്കൊന്നും വേണ്ട. ലഹരി എന്ന് പറയുന്ന ദുരന്തം ക്ഷണിക്കൊന്നും വേണ്ട, ക്ഷണിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. അത് മക്കളിലൂടെ, ഉറ്റവരിലൂടെ, ഉടയവരിലൂടെ, ബന്ധങ്ങളിലൂടെ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം നമ്മുടെ പടി കടന്ന് വീടിനകത്തേക്ക് കടന്നു വരും. ആ ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. കാരണം അത് പറയാൻ കാരണം, നാഷണൽ ഡ്രഗ് ആൻഡ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. ഈ 10:1 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കണം. 10:1 എന്ന റേഷ്യോ ഉണ്ട്. അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക. ചരിത്ര വിദ്യാർത്ഥികൾ ഒക്കെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ. 10:1 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. 10ൽ ഒരാളെ ഇപ്പം മുറുക്കണുള്ളൂ, വെറ്റിലപ്പാക്ക് ഉപയോഗിക്കുന്നുള്ളൂ, പാൻപരാഗ് ഉപയോഗിക്കുന്നുള്ളൂ.
10:1. 10 പേരെ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഒരാൾ മാക്സിമം അകത്ത് മുറുക്കും. 10 പേരെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 2 പേര് സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും, സ്മോക്കിങ്സ്. 10:2, 10:3 ഉണ്ട്. 10:3 എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, മദ്യപാനം. 10ൽ 3 പേര് ശരാശരി മദ്യപിക്കുന്നതായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കറക്റ്റ് സ്റ്റാറ്റസ് ആണ്, കണക്കാണ്, സർവേ ആണ്. 10:4 നോക്ക്, കുറച്ചുകൂടി ഡേഞ്ചറാണ്. 10:4 അതാണ് ഞാൻ ഈ പറയുന്ന കൂൾ ഹാൻഡ്സ് പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് യങ്സ്റ്റേഴ്സുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾക്കിടയിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന, പൊതുവേ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ളവർ പലരും ഇത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് കൂൾ ഹാൻഡ്സ്. കാരണം അതിന് പുകയില്ല, ചാരമില്ല, വല്ലാത്ത സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ആൾത്തിരക്കിനകത്തും ഈ സാധനം ഒരു വ്യക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്താ, ശരീരത്തിൽ ചലനമുണ്ടാവും, സംസാരത്തിൽ രീതികളൊക്കെ മാറും, സംസാരിക്കുമ്പോൾ സ്മെല്ല് വരികയൊക്കെ ചെയ്യും. പുകവലിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് വലിക്കുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാര്യം എന്താ, ആ വലിക്കുന്ന അവിടെ പുക എങ്ങനെ പൊങ്ങും, അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ കയ്യിരിക്കുന്ന സാധനത്ത് തീ ഉണ്ടാവും, ചാരം ഉണ്ടാകും, അല്ലെ പുകയുണ്ടാവും. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നിരന്തരം വലിക്കുന്ന ആളുകൾക്ക് ശാരീരികമായി ലെൻസിനൊക്കെ അസ്വസ്ഥത ഉണ്ടാവും, ചുമയുണ്ടാകും, കണ്ണ് കണ്ടല്ലറിയാം, പല്ലിനകത്ത് കറയൊക്കെ ഉണ്ടാവും, ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഹാൻഡ്സും കൂളും ഉപയോഗിക്കുന്നവരെ അത് എടുത്ത് വായിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ, നമ്മുടെ അയൽപക്കത്തെ, നമ്മുടെ ഏറ്റവും ഫ്രണ്ട് സർക്കിൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വളരെ റിസ്ക്കാണ്. അതാ പറഞ്ഞത് 10ൽ 4 പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. 10:4 റേഷ്യോ ദെൻ ഹാൻഡ്സ് ഓർ കൂൾ. മനസ്സിലാക്കണം. പിന്നെ ഇനി ഒരു വലിയ സംഭവം ഇനി വീണ്ടും പറയാം. 10:5 ഉണ്ട്. നോക്ക്, 10:5 എന്താണെന്നറിയാമോ? 10:5 ഈ പറയുന്ന MDMA 10ൽ 5 പേർ ഉപയോഗിക്കുന്നു. ഒരു അത്ഭുതം തോന്നാം നമുക്കൊക്കെ അല്ലേ? 10ൽ 5 പേർ ഉപയോഗിക്കുന്നുണ്ടോ? യെസ്, 10ൽ 5 പേർ ഉപയോഗിക്കുന്നൊരു 10:5 റേഷ്യോ. പക്ഷേ എക്സ്പെഷ്യലി മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ. ബാംഗ്ലൂർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹൈദരാബാദ്, മുംബൈ, ഗോവ ടൂറിസം മേഖലകളെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ഡിപ്പോസ് മേഖലകളിലും യങ്സ്റ്റേഴ്സുകൾ, പല സർവകലാശാലകളുടെ ഏരിയകൾ എല്ലാം ഇപ്പോൾ യങ്സ്റ്റേഴ്സുകൾ ഇത് 10ൽ 5 പേർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന MDMA എസ്പെഷ്യലി അതിനകത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആകുന്നുണ്ട്. കാരണം ഇത് ഒരു മദ്യത്തെ പോലെയോ അല്ലെങ്കിൽ സിഗരറ്റൊക്കെ ഇത്തരം കുട്ടികൾക്ക് കൊടുത്താൽ വേണ്ടാന്ന് പറയുന്ന കുട്ടികളാണ്, നോ എന്ന് പറയും. പക്ഷേ ഈ സാധനം ചതിയിലൂടെയാണ് ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പറയുന്ന MDMA എന്ന് പറയപ്പെടുന്ന സാധനം ശരിക്കും അതിനെക്കുറിച്ച് നമ്മൾ സദസ്സം അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ശരിയായ രീതിയിൽ ഒരു ഡ്രഗ്സിനെ കുറിച്ചൊക്കെ കേട്ടാൽ ദയവ് വിചാരിച്ചിട്ട് യൂട്യൂബിലൊന്നും കയറി നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യരുത്. നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ ഔദ്യോഗിക സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറിയാൽ കൃത്യമായിട്ടൊരു ശാസ്ത്രീയ നാമം അറിയാം, എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, എന്താണ് നമുക്ക് ഇതിനകത്തൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുൻകരുതലുകൾ എന്നാണ്. നമുക്കതിനകത്ത് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ എന്തെല്ലാം ഒരു സാധാരണ വീട്ടമ്മ എന്ന രീതിയിൽ, സാധാരണ പൊതുപ്രവർത്തന രീതിയിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, സമൂഹത്തിൽ എന്ത് കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ വീട്ടിൽ സംസാരിക്കേണ്ടത് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഔദ്യോഗിക സൈറ്റാണ് www.national-drug-control-society. അതിനകത്ത് ശാസ്ത്രീയമായ രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ അതിൻ്റെ കെമിക്കൽ നെയിമുകളും അതിൻ്റെ രീതികളുമെല്ലാം അത് വ്യക്തമായിട്ട് അതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പറഞ്ഞു വരുന്നത് MDMA കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, സാർ ഈ MDMA എൻ്റെ മകൻ ഉപയോഗിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവന് ഹാൻഡ്സ്, ഇപ്പോൾ ഒരു അമ്മ എന്നോട് അടുത്ത് പറഞ്ഞിരുന്നു, ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട് സാറേ, സിഗരറ്റ് എൻ്റെ മോൻ ഉപയോഗിക്കും, പക്ഷേ ഈ അവൻ്റെ കൂട്ടുകെട്ടുകാരെ ഇത് ഉപയോഗിച്ചു എന്ന് നാട്ടിലിങ്ങനെ കേൾക്കുന്നുണ്ട് വീട്ടിലൊക്കെ. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല സാറേ. ഇത് ഉമ്മ എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഇത് അറിയാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ ഇതറിയണമെങ്കിൽ? ഓൻ്റെ കുപ്പായം കഴിയപ്പോഴൊക്കെ പലപ്പോഴും സാറേ ആ പോക്കറ്റിൽ നിന്ന് എനിക്ക് പുകല പോലത്തെ സാധനമൊക്കെ കിട്ടിയെന്ന്, അത് വീടിൻ്റെ ചുക്കയാണോ എന്താണെന്ന് അറിയണില്ല. ഇന്നാൾ നോക്കിയപ്പോൾ എൻ്റെ പാൻറ്റിൽ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കിട്ടി. അത് ഇന്നാളുകൾ വേദി പറഞ്ഞ പോലെ ആൻസ് പറഞ്ഞ സാധനം ഇന്ന് ആ മഞ്ഞ കവറുള്ള സാധനം എവിടുന്ന് ഓൻ പറഞ്ഞപ്പോൾ ഓൻ്റെ തുണക്കാരനൊക്കെ അതെന്തോ നിങ്ങളുടെ ഓൻ്റെ പോക്കറ്റിലേക്ക് വെച്ചതാണെന്ന് ഓൻ പറയുന്നത് സാറേ. ഒട്ടുമിക്ക കുട്ടികളും പറയുന്നതാണ് ആ തുണക്കാരൻ്റെതാണ്, റോട്ട് കിട്ടിയപ്പോൾ എന്താ നോക്കാൻ എടുത്ത് വെച്ചതാണ്, അത് മറ്റോ പിടിക്കാൻ തന്നതാണ്, ഞാൻ ഓൻ്റെ തട്ടിപ്പറിച്ചാണ്, ഇത് ഉപയോഗിക്കല്ലേ എൻ്റെ ചള്ളക്കം തരുമെന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ച് പോക്കറ്റിൽ വെച്ചാണെന്ന്. ഇടക്കിടക്കും എൻ്റെ പോക്കറ്റ് കാണും, അപ്പോഴൊക്കെ ഓൻ പറയും ഞാൻ ഓൻ്റെ പിടിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അത് വെറുതെ പറയാം സാർ, ഓൻ ഉപയോഗിക്കാനാണേ, ഓൻ്റെ തുണക്കാരല്ല ഉപയോഗിക്കണം, ഇബനാ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഓൻ തുണക്കാരൻ വിളിച്ചപ്പോൾ ഓൻ നേരെ തിരിച്ച് ഇങ്ങോട്ട് പറയാന്ന്. എന്താ സാർ ചെയ്യാന്ന്? ഇങ്ങനെ കുറേ ഉമ്മമാർ അങ്ങനെ പറയും. അപ്പോൾ നോക്കണം, കുഞ്ഞുങ്ങൾ മനോഹരമായി കള്ളം പറയും.
ഒരു മകൻ ഒരു മകൾ ഏറ്റവും കൂടുതൽ ഒരു മാതാപിതാക്കളുടെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നതെന്ന് അറിയാമോ? ലഹരി പദാർത്ഥത്തെ കുറിച്ച് അവൻ കള്ളം പറയുക. അവൻ വന്ന് പറയും ഉമ്മാനോട്, ഉമ്മ അന്ന് ഞാൻ കുറച്ച് ആൻസ് വെച്ച് നോക്കി, എന്ത് രസമെന്ന് പറയും, വെച്ചിട്ട് തലക്കണ്ട് കറങ്ങി വയർത്ത് ഓ എന്തേന്ന് പറയുമോ? ഇല്ല. ഒരു മകൻ വന്നിട്ട് പറയാം, ഒന്ന് സിഗരറ്റ് ഒന്ന് വലിച്ചു നോക്കി, ഇപ്പാ രണ്ടട്ടം തുമ്മി, പുകയൊക്കെ ഇങ്ങനെ എടുത്ത് മൂക്കിൽ കൂടെ വിട്ടു തുമ്മി, മുപ്പേട് പകയോ? ഒരു മകൻ വന്ന് പറയുമോ? നെവർ, പറയില്ല. കാര്യം എന്താ? വേറെ എന്തും പറയും ഉമ്മാനോട് ഉപ്പാനോട്. അവനറിയാം ലഹരി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചു നിൻ്റെ ഉപ്പ അറിഞ്ഞാൽ ഉമ്മ അറിഞ്ഞാൽ തകർന്നു പോകും. അവനറിയാം, ബോധ്യമുള്ളവനാ, പറയില്ല അല്ലേ? പറയില്ല. കാരണം എന്താ? ആ ഉമ്മ തകർന്നു പോകുന്നവനറിയാം, ഉപ്പ തകർന്നു പോകുന്നവനറിയാം. അവനറിയാം സ്വന്തം ഉമ്മ, എൻ്റെ ഉപ്പ മരിച്ചാൽ പോലും എൻ്റെ ഉമ്മയ്ക്ക് 3-4 ദിവസം എൻ്റെ ഉമ്മ സങ്കടം മനസ്സിലുണ്ടാവും, നൊമ്പരമുണ്ടാവും, സങ്കടം 4 ദിവസം നിൽക്കുകയുള്ളൂ. പക്ഷെ ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടാൽ 4 അല്ല 40 അല്ല 400 വർഷം കഴിഞ്ഞാലും എൻ്റെ ഉമ്മാൻ്റെ സങ്കടം പോകില്ലെന്ന മകനെ അറിയാൻ പറ്റും. അത് സത്യമാണത്. ഒരു ശരാശരി 9.5 മാസക്കാലം ഒരു മകനെ ഉദരത്തിൽ നൊന്ത് ചുമന്ന് പ്രസവിച്ച് പ്രതീക്ഷയും പ്രത്യാശ അർപ്പിച്ച ഒരു മകൻ പിറവി കണ്ട ശേഷം അവൻ്റെ വളർച്ചയിൽ ശൈശവം, ബാല്യം, കൗമാരം ഒക്കെ കണ്ടുകൊണ്ടൊരു ഉമ്മ അവനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നൊരു സാധു സ്ത്രീ ഒരു 16 വയസ്സാകുമ്പം ആ മകൻ്റെ ശരീരത്ത് പുകല മണത്താൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ലഹരി പദാർത്ഥത്തിൻ്റെ കവറ് പിടിക്കപ്പെട്ടാൽ ആ ഉമ്മ തകർന്നു പോകാതിരിക്കുമോ? തകർന്ന് തരിപ്പണവും ആ ഉമ്മ അല്ലേ? ആ തകർന്ന ഉമ്മാൻ്റെ ഹൃദയം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഒരു പ്രത്യാശത്തിന് പറ്റൂല, പിന്നെ പറ്റത്തില്ല. കാരണം എന്താ? അവനിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു മാതാവാണ് ഉമ്മ, അവനെ സ്വപ്നം കൊണ്ട് ജീവിക്കുന്ന ഒരു ഉപ്പയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ലഹരി എന്ന് പറയുന്ന ദുരന്തം നമ്മളെ മക്കളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, അവൻ്റെ കൂട്ടുകെട്ടാണ് ഒന്ന്. അവനെ മാത്രം അതിന് സംരക്ഷിച്ചാൽ കാര്യമില്ല, അവൻ്റെ കൂട്ടുകെട്ടെ കൂടെ സംരക്ഷിക്കണം. എങ്ങനെ എനിക്കിത് വെളിപ്പെടുത്താൻ പറ്റും? ഞാൻ പറഞ്ഞിട്ടൊന്നും എൻ്റെ മകൻ കേൾക്കണില്ല, എന്നോട് അവന് ദേഷ്യമാണ്. ഒരു ട്രീറ്റ്മെൻറ്റോ കൗൺസിലിംഗ് എൻ്റെ കുട്ടീനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് പരിമിതികളില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്, ഈ കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റണില്ല സാറേ, എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കണില്ല, ഭർത്താവ് എന്നെയാണ് കുറ്റം പറയണത് സാറേ, ഇജ്ജ് വളർത്തിയോണ്ടാ ഇങ്ങനെ, ഞാൻ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ പോയി പണിയെടുക്കല്ലായിരുന്നോ, എൻ്റെ വളർത്തു ദോഷമാണ്, ഇജ്ജ് നോക്കാത്തതുകൊണ്ടാണ് എന്നാ ഭർത്താവ് എന്നോട് പറയണത്. നെഞ്ച് പൊട്ടിപ്പോവാണ് സാറേ, ജീവിക്കാൻ തോന്നുന്നില്ല, എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയി, ഭർത്താവിൻ്റെ സപ്പോർട്ട് എനിക്ക് കിട്ടണില്ല, ഞാൻ എന്താ ചെയ്യുക? വേറെ ചിലർ പറയുന്നുണ്ട് സാർ എൻ്റെ ഭർത്താവ് നാട്ട് മദ്യപിക്കും ഇടയ്ക്കൊക്കെ, എനിക്കറിയാം, പുറത്ത് മൂപ്പര് നല്ല മാന്യനാണ് സാറേ, 5 നേരം നിസ്കാരം പരിപാടിയൊക്കെ ഉണ്ട്, നല്ല മാന്യനാണ് മൂപ്പര്, താങ്ക് യു, മൂപ്പര് പുറത്തൊക്കെ നല്ല ആൾക്കാരാണ് സാറേ, പക്ഷേ ഇടയ്ക്ക് അതൊക്കെ ഉണ്ട്, അത് കണ്ടിട്ടില്ലേ കുട്ടി വളരുക, ഞാൻ എന്ത് ചെയ്യാനാ സാർ? ഒരു സന്തോഷവുമില്ല മനസ്സിന്, ഒരു സുഖവുമില്ല മനസ്സിൽ, സത്യമാണ്. പല അമ്മമാരും പലരും ഈ സങ്കടങ്ങൾ ഇങ്ങനെ പങ്കുവെക്കപ്പെടുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും ആർക്കൊന്നും അറിയില്ല. എല്ലാവരും ഈ ലഹരിക്കെതിരെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. ലഹരി മഹാദുരന്തമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇസ്ലാം സംഹിതകൾ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ്? ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെ നമ്മൾക്ക് ചില ഓർമ്മകളും സൂചനകളും നമ്മുടെയൊക്കെ മതാധിഷ്ഠിതമായ ചിന്തകളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ഹൈന്ദവനാണെങ്കിൽ സനാതന ധർമ്മത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ഹൈന്ദവ സനാധർമ്മം എങ്ങനെ കാത്തു സംരക്ഷിക്കണം, ഒരു മനുഷ്യൻ സ്ഥായിയായി അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും അവൻ്റെ മനസ്സുമെല്ലാം സംഹിതമാകണമെങ്കിൽ, ഈശ്വര സന്നിധിയിൽ സംഹിതമാകണമെങ്കിൽ അവൻ്റെ ശരീരത്തിൽ യാതൊരു തരത്തിലുമുള്ള മറ്റു ലഹരിയുടെ സാന്നിധ്യമില്ലാത്ത നിസ്വാർത്ഥനായ ഒരു മനുഷ്യനായി പരിണമിക്കപ്പെടുത്തുമ്പോഴാണ് ഈശ്വര സന്നിധിയിലേക്ക് അവൻ്റെ പ്രാർത്ഥനകൾ കൊടുക്കുകയും സ്വീകരിക്കാനും ചെയ്യാൻ പറ്റുമെന്ന് സനാതനധർമ്മങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ക്രൈസ്തവനാണെങ്കിൽ അല്ലേ, ഒരു ക്രൈസ്തവ തത്വചിന്തകളെല്ലാം പറയപ്പെടുന്നുണ്ട്. ലഹരിയെക്കുറിച്ച് ഓരോ വാക്കിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ മതമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാം ഈ ദുരന്തത്തിലൂടെ നമ്മളൊരുപക്ഷെ യാത്ര ചെയ്ത് പോകുന്നുണ്ട് അറിയാതെ. എല്ലാവരും അല്ല, അറിയാതെ യാത്ര ചെയ്ത് പോകുന്നുണ്ട് പലപ്പോഴും നമ്മൾ. പക്ഷെ അതിനൊക്കെ നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു കാലം വിദൂരമൊന്നുമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒരു ത്രാണിയായി ചെയ്യാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒന്നിനും ഒരു ഉത്തരം കിട്ടണില്ല. പലരും ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾ 3050 വേദികളൊക്കെ ക്ലാസ് എടുത്തില്ലേ, 19 രാജ്യങ്ങളൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പേരെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് അവാർഡൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്ത് ഈ നാട് ഇങ്ങനെ ബോധം കൂടിപ്പോയതുകൊണ്ടാണോ ഈ നാട് ഇങ്ങനെ ബോധമില്ലാതായി പോകുന്നത് എന്ന് ചോദിക്കുന്നു. അല്ലേ, ബോധം കൂടിപ്പോയത് കൊണ്ടാണോ ഈ നാട് ബോധമില്ലാതായി പോകുന്നത്? എവിടെ നോക്കിയാലും
ലഹരിക്കെതിരെയുള്ള ചർച്ചകൾ, സെമിനാറുകൾ, ഡിബേറ്റുകൾ, കൺവെൻഷനുകൾ, ബോധവൽക്കരണങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. റാലികൾ, ജാഥകൾ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ സമൂഹത്തിന് ആ ബോധം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആർക്കാണ് തെറ്റുപറ്റിയത്? ശരിക്കും ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയത്? ആർക്കാണ്? അധ്യാപകർ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതൽ എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട്. കരുതൽ. പോലീസ് പുതിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. യോദ്ധാവ്. എക്സൈസ് ഫണ്ട് വിമുക്തി എന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും ബോധവൽക്കരണങ്ങൾ, ബോധ്യപ്പെടുത്തലുണ്ട്. പക്ഷേ സമൂഹം ഇന്ന് ബോധം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ തൃശ്ശൂരിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 14 മെഡിക്കൽ വിദ്യാർത്ഥികളെ തൃശ്ശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. 2023 ജനുവരി 4 തീയതിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തകൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സങ്കടപ്പെട്ടു വരുന്ന നിമിഷമായിരുന്നെന്ന്. സമൂഹ മാധ്യമങ്ങളിൽ 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ ഈ പ്രബുദ്ധ കേരളം അറസ്റ്റ് ചെയ്തു. 2023 ജനുവരി 4 തീയതി അർദ്ധരാത്രിക്ക് അറസ്റ്റ് ചെയ്തു. അവരുടെ അറസ്റ്റ് നടപടിയൊക്കെ പൂർത്തിയാക്കി അവർ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ആസ്ഥാനത്ത് നിന്നുകൊണ്ടും അവരെ നേരെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. മെഡിക്കൽ പരിശോധനയൊക്കെ പൂർത്തിയാക്കി. അങ്ങനെ ഒരിക്കലും കൈവശം വയ്ക്കാൻ പാടില്ലാത്ത കടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസാണ് MDMA. അത് കൈവശം വെച്ചതിനായിരുന്നു ആ അറസ്റ്റ്. അങ്ങനെ ഏകദേശം 1 വർഷത്തിന് മുകളിൽ അവർ മലമ്പുഴ ജയിലിൽ അവർ കിടന്നു. 1 വർഷത്തിന് മുകളിൽ 6 പേർ എൻറോൾമെൻറ്റ് കഴിഞ്ഞവരാ. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഏറ്റവും മികവുറ്റ 16 കുടുംബങ്ങളിൽ നിന്ന് വന്ന 16 നക്ഷത്രങ്ങൾ. SSLCക്ക് മുഴുവൻ വിഷയത്തിനും A+ വാങ്ങിയ 16 മിടുക്കർ. +2 1200 മാർക്ക് വാങ്ങിയ മിടുക്കർ. +2 1200 മാർക്ക് വാങ്ങിയ മിടുക്കന്മാർ. നീറ്റ് എക്സാമിനകത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ. നോക്ക്, ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനായി ഒത്തുകൂടിയവരാ 16 പേര്. ചാലക്കുടിക്കാരനെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 15 ഗ്രാം MDMA അങ്ങ് ഉത്തരാഖണ്ഡ് സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥി വാങ്ങിക്കൊണ്ടുവന്നു. ഒരു മലയാളിയും ഉണ്ടായിരുന്നു, പത്തനംതിട്ടക്കാരനായ പയ്യൻ. ഈ 16 പേരും ഒരു മുറിക്കകത്ത് വയലിനൊക്കെ വായിച്ച് സന്തോഷിച്ച് ഒരാൾ സിഗരറ്റൊക്കെ വലിച്ചിരിക്കുമ്പോൾ ആ പോലീസ് വന്ന് ദേഹമൊക്കെ പരിശോധിച്ച് എവിടെ നിന്ന് സാധനം കിട്ടിയില്ല. ചോദിച്ചു, എവിടെ സാധനം, എവിടെയെന്ന്. ഉത്തരവില്ല. അവസാനം ആ മുറിക്കകത്ത് ബെഡിനടിയുന്ന 11 ഗ്രാമോളം MDMA പിടികൂടി. ചോദിച്ചു, ആരാ ഒരു ഉത്തരവാദി ചോദിച്ചു. ആ 16 പേരും കൈകെട്ടിയിട്ട് ഇങ്ങനെ നിന്നു. 16 പേരും ചങ്കുകളായിരുന്നു. 16 പേരും ചങ്ക് ബ്രോ കിടു എന്നൊക്കെ പറയില്ലേ, അത്ര കട്ട കൂട്ടുകെട്ടുകൾ. 16 പേരും പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. 16 പേർക്കും അറിയില്ല. 16 പേർക്കും അറിയില്ല പറഞ്ഞു. അങ്ങനെ FIRൻ്റെ 7ാമത്തെ കോളത്തിൽ 16 പേരുകൾ എഴുതി ചേർത്തു. ആ 16 പേരും മലമ്പുഴ ജയിലിലാണ് കിടന്നത്. 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു 16 പേര്. ബെയിൽ കിട്ടി പുറത്തൊക്കെ ഇറങ്ങി. നോക്കണം, ഈ 16 പേർക്കും ഒരു പെട്രോൾ പമ്പിലെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? ഇനി ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് അവർക്ക് പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു തൊഴിൽശാല ജോലി ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് PCC സർട്ടിഫിക്കറ്റാണ്. പിന്നെ വേണ്ടത് ആധാർ കാർഡാണ്. ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് എണ്ണയടിക്കുന്ന ജോലി നിൽക്കുമ്പോൾ അവിടെ എണ്ണയടിക്കുന്ന ഫുൾ ടാങ്ക് എണ്ണയടിച്ച 4000-5000 വണ്ടിക്ക് പൈസ വരും. 10 വണ്ടിയുടെ പൈസ 50,000 കയ്യിലുണ്ടാവും. അവനെ പൈസ ആയിട്ട് പോയാലോ വല്ല കള്ളനോ കൊള്ളക്കാരനാണെങ്കിൽ പമ്പടമോ പറയും നിങ്ങളുടെ പേരിൽ വല്ല കേസോ വല്ല ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലല്ലോ. PCC നിർബന്ധമാണ്. അപ്പോൾ പുതിയ നിയമം. ആ PCCക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ തൊട്ടടുത്ത് ചെർപ്പുളശ്ശേരി എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുകയാണ്. ചെർപ്പുളശ്ശേരിയിലുള്ള ഒരു പെട്രോൾ പമ്പ് ജോലി ചെയ്യുന്നതിനായി എൻ്റെ പേരിൽ മറ്റ് കേസുകളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന PCC സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരാൻ ബഹുമാനപ്പെട്ട ചെർപ്പുളശ്ശേരി ഇൻസ്പെക്ടർ പോലീസിനോട് താഴ്മ അപേക്ഷിക്കുന്ന വിശ്വസ്തയോടെ ഇന്നയാൾ ഒപ്പ്, പേര്, ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്തു. ആ ഇൻസ്പെക്ടറിനകത്ത് എൻഡോസ് ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എൻഡോസ് ചെയ്തു. ആ പോലീസുകാരൻ അവിടെ പോയിരുന്ന സിസ്റ്റം ആ മുറിക്കകത്തും ആ കമ്പ്യൂട്ടർ റൂമിനകത്ത് കയറിയിട്ട് സിസ്റ്റത്തിനകത്ത് പേരും വീട്ടുപേരും അടിക്കുമ്പോൾ സിസ്റ്റം ഇങ്ങനെ ജനറേറ്റ് വരുന്ന തൊട്ട് റൈറ്റിനകത്ത് ഒരു കോളത്തിൽ വരും ടിയാൻ്റെ പേരിൽ 2024 അല്ല 2023 നാർക്കോട്ടിക് കേസ് ഉണ്ട്. 27B സെക്ഷൻ നാർക്കോട്ടിക്സ് കേസ് ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്. കൺവെക്ഷൻ ഓൺ ദി ട്രയലിലാണെന്ന് പറയും അല്ലേ കൺവെക്ഷൻ കിട്ടിയിട്ടുണ്ട് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിസ്റ്റം PCC ജനറേറ്റ് ചെയ്യില്ല. അവിടെ സ്റ്റോപ്പായി. ഈ വ്യക്തി കിട്ടുമോ? ഒരു പെട്രോൾ പമ്പിൽ പോലും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു MBBS കാരനുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്.
കയ്യിൽ SLCക്ക് A+, +2 1900 മാർക്ക്, MBBS ബിരുദമൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റും? എന്ത് സങ്കടകരമാണ്. അതുകൊണ്ട് എന്നെ കാണുന്ന മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളെത്തിക്കണം. മക്കളിത് തിരിച്ചറിയണം. മക്കളോട് പറയണം, മക്കളെ ഇങ്ങനെ ദുരന്തമുണ്ട്, കൂട്ടുകെട്ടിൽ പോയി നിങ്ങൾ ചതിയിൽപ്പെടരുത്. ഈ ലോകം അങ്ങനെയാ. മക്കളെ ഞാൻ മക്കളെ എന്ന് വിളിക്കുമ്പോൾ കുട്ടികളെല്ലാം, ഓൾ ഓഫ് യു എല്ലാ കുഞ്ഞുങ്ങളും മക്കളേന്ന് വിളിക്കുമ്പോൾ എന്തോ വിളിയാക്കണ്ട. ബേക്കിൽ അവിടെ മക്കളേന്ന് വിളിക്കുക, എല്ലാവരും എന്തോ വിളിയാക്കണം കേട്ടോ. എല്ലാ കസേരയിൽ നിന്നിരുന്നേ. ആ കാപ്പി കൊടുക്കുന്ന സ്ഥലത്ത് കച്ചവടമാണോ? അതവിടെ കച്ചവടമാണോ? കാപ്പി കൊടുക്കണം. എന്താ സംഭവം? എന്താ അത്? സ്റ്റോപ്പ് ചെയ്താൽ നന്നാവും കേട്ടോ. അല്ല കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ട് വെക്കും, കല്യാണ വീട് പോലെ ആവും. ഓക്കെ, കാപ്പി ഒന്ന് കുടിക്കണ്ടേ കുറച്ച് നേരം, ഒരു 2 മണിക്കൂർ. അത് കുടിച്ചാലൊന്നും സംഭവിക്കാമല്ലോ ഇവിടെ. അല്ലെ പിന്നെ കല്യാണ വീട് പോലെ അല്ലേ? കുട്ടികൾ വല്ല പറഞ്ഞിട്ട് തരാം. കുട്ടികൾ ഇങ്ങനെ വരും, നിങ്ങളിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് വെക്കും അവിടെ. ഇങ്ങനെ അവരത് കേൾക്കേണ്ടത്. പേരൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നല്ലൊരു പ്രോഗ്രാമാണത്. ഇരിക്കാൻ പറയും മക്കളോടൊക്കെ. മക്കളേന്ന് വിളിക്കുമ്പോൾ എന്തോ വിളിയാക്കണം കേട്ടോ. മക്കളേ, അതാ വേണ്ടത്. ഒന്നും കൂടെ, മക്കളേ, ഉറക്കെ ഒന്നും കൂടെ, മക്കളേ. നിങ്ങളാ കേൾക്കേണ്ടത് കേട്ടോ. എൻ്റെ മക്കളാ നാളെ ഇവിടെ ജീവിക്കേണ്ടത്. ഞങ്ങളൊക്കെ ഏശൊക്കെ എക്സ്പയറി ഡേറ്റൊക്കെ ആയി ഞങ്ങളൊക്കെ. അപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയ? എവിടെ പറഞ്ഞു നിർത്തിയ? അതെ, കുഞ്ഞുങ്ങൾ കേൾക്കില്ല. നിങ്ങളെന്തൊക്കെയോ വേറെ നിങ്ങൾ വർത്താനം പറഞ്ഞു, ഞാൻ കണ്ടു. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ? ആർക്കും പറയാമോ? സർട്ടിഫിക്കറ്റ്. അപ്പോൾ നോക്ക്, ഒരു പെട്രോൾ പമ്പിൽ പോലും ജോലി ചെയ്യാൻ പറ്റാത്തൊരു കാലത്തിലാണ് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടാൽ നമ്മുടെ മക്കളുടെ ഭാവി. അപ്പോൾ ഇത് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇത് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം അവർക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ആഴവും വ്യാപ്തിയും ഒന്നുമില്ല. ലഹരി എന്ന വാക്ക് കേട്ടാൽ ഇന്നതാണ്, മോശമാണോ നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കണം. മോശമെന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ലഹരി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വാക്കാണ് ലഹരി. മലയാള അർത്ഥത്തിൽ ഏറ്റവും മനോഹരമായ പവിത്രമായ ഒരു വാക്കാണ് ലഹരി എന്ന് പറയുന്ന വാക്ക്. അത് മോശമല്ല, നല്ലതാണത്. ലഹരി എന്ന് പറഞ്ഞാൽ നല്ലതാണോ മക്കളെ? മോശമാണോ? ആണോ? എനിക്ക് വീടൊക്കെ വൃത്തിയാക്കാറോ ലഹരിയാ. എനിക്ക് വീടെല്ലാം വൃത്തിയാക്കാൻ ലഹരിയാണ്. വീട് ചെടികളൊക്കെ കളയൊക്കെ പറിച്ച് അടുക്കി പറക്കി നല്ല വെച്ച് എൻ്റെ അമ്മനെ സഹായിക്കാറുണ്ട്. എനിക്കൊരു ലഹരിയാ. ഭക്ഷണം ഉണ്ടാക്കാന്ന് പറയുക ലഹരിയാ. ആരെങ്കിലും വീട്ടിൽ വന്നാലും ഓർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു മെനു ഡിഷ് ഉണ്ടാക്കാറ് എനിക്ക് ഭയങ്കര ലഹരിയാ. എൻ്റെ കൂട്ടുകാരന് പാട്ട് പാടാൻ ലഹരിയാ. ലഹരി പറഞ്ഞാൽ മോശമാണോ? ആണോ? പിന്നെയും പറയുന്നതാണ്. ലഹരി എന്ന് പറഞ്ഞാൽ മോശമാണോ? അല്ല. പക്ഷെ എന്തിനൊക്കെയോ ഉള്ള നമ്മളുടെ ചില അടിമപ്പെടലുണ്ട് അല്ലേ? നല്ലതിനോടാണ് നമ്മൾ അടിമപ്പെടുന്നതെങ്കിൽ അത് നല്ലത്. പക്ഷെ അരുതാത്തതിനോട് നമ്മൾ ഈ അടിമത്തം വന്നാൽ അത് മോശാ. നമ്മുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, ചില ജ്യേഷ്ഠൻ അനിയനൊക്കെ ചില വസ്തുക്കളോട്, ലഹരി വസ്തുക്കളോട് അത്ര അടുപ്പല്ല. എന്നാൽ അടുപ്പം വന്നാൽ മോശം. എന്നാൽ ഏട്ടനും ഉപ്പയ്ക്കും അനിയനുമൊക്കെ ചിലതിനോടൊക്കെ അടുപ്പമുണ്ട്. കാര്യം എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഉമ്മയോട് സ്നേഹമാണ്, വീടിനോട് സ്നേഹമാണ്, വിശ്വാസത്തോട് സ്നേഹമാണ്, അതിനോടൊക്കെ ലഹരിയാണ്. അത് നല്ലതാ. അപ്പോൾ അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഡെഫിനിഷൻ തന്നെ എന്താണെന്നറിയാമോ? ലഹരി എന്ന് പറയുന്ന ഡെഫിനിഷൻ പറയുന്നുണ്ട്, ചില വസ്തുക്കൾ, ചില പദാർത്ഥങ്ങൾ, ചില സാഹചര്യങ്ങൾ. ഒന്നുകൂടെ പറയാം, ചില വസ്തുക്കൾ, ചില പദാർത്ഥങ്ങൾ, ചില സാഹചര്യങ്ങൾ, ഇത് ഈ മൂന്നിനോടും മനുഷ്യന് തോന്നുന്ന അമിതമായിട്ടുള്ള അടിമപ്പെടലിനെ ലഹരി എന്ന് പറയാം. അപ്പോൾ പദാർത്ഥങ്ങൾ, മക്കളൊക്കെ നോക്കിക്കോളൂ. പദാർത്ഥങ്ങൾ, ഒരു റുപ്യയുടെ റോജാപ്പാക്ക് തുടങ്ങിയിട്ട് മനുഷ്യനുണ്ടാക്കിയതും ഉണ്ടാക്കാത്തതുമായ പ്രകൃതവും ഇല്ലേ, മനുഷ്യനിർമ്മിതവും പ്രകൃതവുമായ 1500 പരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ പദാർത്ഥങ്ങളിലേക്ക് പറയാം. പദാർത്ഥങ്ങൾ. ഇനി വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ പറയുന്നുണ്ട്. ഒരു ലഹരി വസ്തുവിൻ്റെ പേര് പറയാമോ? ഒരു ലഹരി വസ്തുവിൻ്റെ പേര്? മൊബൈൽ ഫോൺ, പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ ലാപ്ടോപ്പ്, പിന്നെ
ടി വി, ടാബ്. മിടുക്കരാണ്, നല്ല കുട്ടികളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിക്കണ്. ഇമ്മാതിരി കുട്ടികളോ സൈദേ കണ്ടോ? മക്കളെ കണ്ടോ? എന്നാളെ നമ്മൾ പോയ സ്ഥലത്ത് ഒറ്റ കുട്ടികൾ മിണ്ടണില്ല അല്ലേ? അപ്പോൾ നോക്ക്, മക്കൾ മിടുക്ക മക്കളാണ്. അപ്പോൾ നോക്ക് അങ്ങനെ. അപ്പോൾ നോക്ക്, പദാർത്ഥങ്ങൾ, വസ്തുക്കൾ. ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് മൈൻഡ് ട്യൂണിങ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഒരിക്കലും ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിൻ്റെ മക്കൾ പോവില്ല കേട്ടോ. എന്തെങ്കിലും എൻ്റെ മക്കൾ ഉപദേശം കേട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ നോക്കണം. അപ്പോൾ ചില പദാർത്ഥങ്ങൾ, ചില വസ്തുക്കൾ, ചില സാഹചര്യങ്ങൾ. നമ്മുടെ ഉമ്മയൊക്കെ പറയാറില്ല, എൻ്റെ കുട്ടി നല്ല കുട്ടിയെന്ന് സാറേ, എൻ്റെ കുട്ടി 10ാം ക്ലാസ് വരെ നല്ലോണം പഠിച്ച കുട്ടിയെന്ന്, നല്ല മിടുക്കനെയെന്ന്, ഓൻ്റെ കാര്യം നോക്കാനും പഠിക്കാനും ഒക്കത്തിന് A+ ഒക്കെ കിട്ടി, ഓൻ എല്ലാ വിശ്വാസവും 5 നേരം സുബഹിസ്കാരവും രാവിലെ ഒക്കെ നീക്കിയ സാറേ, ഓൻ ആ സ്കൂൾക്ക് വിട്ടിട്ടാണ് +2 അവിടെ ചേർത്തോട് കൂടി എൻ്റെ കുട്ടി ആകെ ഉണ്ട് മോശമായി അല്ലേ? സാഹചര്യം, കൂട്ടുകെട്ട് അത് സാഹചര്യം. അപ്പം പദാർത്ഥങ്ങൾ, വസ്തുക്കൾ, സാഹചര്യം, ഇതിനോട് മനുഷ്യന് തോന്നുന്ന ചില അടിമപ്പെടലിനെ ലഹരി എന്ന് അനുമാനിക്കാം. അപ്പം ലഹരി വസ്തുക്കൾ ഒന്നുണ്ടല്ലോ മക്കളെ, ഒന്നുകൊണ്ടാ പറയാൻ പറ്റുമോ? ലഹരി വസ്തുക്കളല്ലേ, പദാർത്ഥങ്ങൾ പറയാൻ പറ്റുമോ? നമ്മൾ നാട്ടിൽ കിട്ടുന്ന 3 പറഞ്ഞാൽ മതി. ഹാൻസ്, കൂള്, പിന്നെ കഞ്ചാവ്, സിഗരറ്റ്, പറയേ, ബ്രൗൺ ഷുഗർ, പിന്നെ MDMA, കഞ്ചാവ്. മതി മക്കളെ, മതിയാടാ കുട്ടാ ചക്കരെ, അതെ. ഞാൻ കാസർഗോഡ് നിന്നപ്പോഴേ, കാസർഗോഡ് ക്ലാസ് എടുത്തപ്പോൾ വലിയ ആൾക്കാരുണ്ട്, വലിയ ആൾക്കാർ. ഓരോ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയപ്പോൾ തലയെക്കെട്ടും കൊടയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ പടന്നക്കാവ് മഹല് കാസർഗോഡ് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. രാത്രിയിൽ 11 മണിയായി, വലിയ സദസ്സാണ്, ഇതേപോലെ നല്ലൊരു സദസ്സാണ്. ഈ സദസ്സിന് പ്രത്യേകത ഉണ്ടെന്നറിയാം. ഇവിടെ ഇരിക്കുമ്പോൾ അതിന് ഭംഗി. ഇത് വെറുതെ തട്ടിക്കൂട്ടിയ പരിപാടിയല്ല, അതൊക്കെ നല്ല സാമ്പത്തിക ചെലവുണ്ട്. ഈ കണ്ടാലറിയാം, സ്റ്റേജും വേദിയും ലൈറ്റും ഇങ്ങനെ മറച്ച് കെട്ടി നല്ല ഒരു മനസ്സുകൊണ്ട് ഒരുങ്ങിയൊരു സദസ്സാണ് ഈ സദസ്സ്. അത് തീർച്ചയായിട്ടും ഞാൻ ഈ അവരോട് മഹല് കമ്മിറ്റി മുക്തകണ്ഠം പ്രശംസിക്കുക. VRC മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഏറ്റവും മനോഹരമായി ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. സാധാരണ ചില സ്ഥലത്തൊക്കെ പോയി കുഞ്ഞു മൈക്കും കാര്യങ്ങളുണ്ടാകും, അതൊന്നുമില്ല. അപ്പോൾ അതിന് മുമ്പ് എവിടെ മക്കളെ പറഞ്ഞു നിർത്തിയ ഏത് എങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കാസർഗോഡ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ബ്രൗൺ ഷുഗർ, ആൻസ്, കഞ്ചാവ്, MDMA എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടാണോ പറഞ്ഞേ? അല്ല, ഞാൻ കാസർഗോഡ് ആസ്വദിച്ചപ്പോൾ വയസ്സായ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ കേട്ടോ, കാലം കൂടെയൊക്കെ പിടിച്ച് കുറേ ആൾക്കാരുണ്ട്, 70-80 വയസ്സായ ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ. അവരോട് ചോദിച്ചു എന്താ ലഹരി വസ്തുക്കൾ ചോദിച്ചു. ഒരാൾ പറഞ്ഞു മൂക്കുപ്പൊടി, കള്ള്, ചാരായം, മുറുക്കാൻ പറഞ്ഞു. കള്ള്, ചാരായം, മൂക്കുപ്പൊടി, മുറുക്കാൻ, ഇതാ 80 വയസ്സുകാരെ ലഹരി. ഇവിടെ 6ാം ക്ലാസ് പഠിക്കണവന് ബ്രൗൺ ഷുഗറും ബത്തഡിനും ആൻസും കഞ്ചാവും MDMA പറയണേ അല്ലേ? അപ്പോൾ കാലം മാറിപ്പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കാലം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ നിന്ന് നയിക്കപ്പെടുന്നത് അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഒന്നിനെടുക്കാം. ഒന്നെന്താണ്? ഹാൻസ് അല്ലേ? ഹാൻസ് കണ്ടിട്ടുണ്ടോ? ഹാൻസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്, 9 ഗ്രാം തൂക്കമുള്ളൂ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ക്യാൻസറിൻ്റെ ചിത്രമുണ്ട്. ഒരു മുട്ടത്തലേൻ്റെ ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. അയാൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, അയാൾ അതിൻ്റെ ഉടമ, നല്ല കോടീശ്വരനാ. അത് നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നമാണ്, യാതൊരു കാരണവശാലും വിൽക്കാൻ പാടില്ല. 9 ഗ്രാം തൂക്കമുള്ളൂ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത് അറിയോ? അതിനകത്ത് നാച്ചുറൽ പുകയില, നാച്ചുറൽ പുക, പ്രകൃതിദത്തമായ പുകയിലയാണെന്ന്. അതിന് പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് വിത്ത് 5 സ്പൈസസ്, 5 സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട് അതിനകത്ത്. ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലം, പെരിഞ്ചീരകം, ചുക്ക്. ഒരു ചുക്കുമില്ല അതിലൊരു ചുക്കുമില്ല അല്ലേ? അതിനകത്ത് ഇത് ശാസ്ത്രീയമായ രീതിയിൽ ഇതിനകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ പുളിപ്പർപ്പിൾ മെറ്റീരിയൽ ഉണ്ട്, പാരാനോട്ട് ഫിനോൾ ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം മാഗ്നേറ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഗ്ലാസ് പൗഡർ ഉണ്ട്, കുപ്പിച്ചിലിൻ്റെ പൊടിയുണ്ട്. പിന്നെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള 400 ഇരട്ടി സാധ്യതയുള്ള 12ഓളം വരുന്ന അസംസ്കൃത പദാർത്ഥങ്ങളാൽ സമ്പന്നമാണ് ഈ പറയുന്ന ഹാൻസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇത്. ഇതിന് വേറെ പേരും കൂടിയുണ്ട്, ക്യാൻസർ ബാഗ് എന്ന പേര് കൂടിയുണ്ട് ഇതിനകത്ത്, ക്യാൻസർ ബാഗ്.
അപ്പോൾ ഈ സാധനത്തിന് അത് ഗ്ലാസ് പൗഡർ ചേർക്കുന്നുണ്ട്, ഗ്ലാസ് പൗഡർ. സാധാരണ നമ്മളൊക്കെ ഈ മാങ്ങയൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു മാങ്ങ ഇങ്ങനെ ഈ സ്റ്റീലിൻ്റെ ബോളിൽ മാങ്ങ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പൊട്ടിക്കുക, അങ്ങനെ ടാണ് മാങ്ങ പൊട്ടിച്ചു. നല്ല വലിയൊരു മാങ്ങയാണ്. ആ മാങ്ങയ്ക്കകത്ത് ചെനച്ചിട്ടുണ്ട് മാങ്ങ. എന്നിട്ട് ഞാൻ മാങ്ങ അങ്ങോട്ട് പൊളിച്ച് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് എൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടു. എന്നിട്ട് മാങ്ങൻ്റെ കഷ്ണം ഇങ്ങനെ ഞെക്കിയപ്പോൾ നീരിങ്ങനെ വീഴുണ്ട് അടിക്ക് ഇങ്ങനെ. നല്ല പുളിയുള്ള മണ, വലിയ പുളിയൊന്നുമില്ല കേട്ടോ, നല്ല ചെറിയ മധുരമുണ്ട്. എന്നിട്ട് മുളക് പൊടി കുറച്ചും കൂടി ഇട്ടു. ആ അണ്ടി അതും കുറച്ച് ഇങ്ങാണ്ട് തെരുമി ഞാനിങ്ങനെ. എന്നിട്ട് ആ മാങ്ങ കണ്ടിട്ട് വായിക്കകത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വായിൽ വെള്ളം വന്നോ? ഒരുത്തുന്ന ഇങ്ങനെ ഇറക്കണം ഇങ്ങനെ അല്ലേ? ഇത് എവിടുന്നാ വെള്ളം വന്നത്? എവിടുന്നാ വന്നേ? വായിക്കകത്ത്. സമൃദ്ധമായിട്ട് രുചികുമളകളാ സമ്പന്നമാണ് നമ്മുടെ വായുടെ അഗ്രഭാഗങ്ങൾ. സമൃദ്ധമായിട്ട് രുചികുമളയുണ്ട്, സമൃദ്ധമായിട്ട് ഉമ്മനീർ ഗന്ധികളുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഈ പുളിയിഞ്ചിയൊക്കെ ലെമ്മ ഉണ്ടാക്കുന്ന പുളിയിഞ്ചി അച്ചാറൊക്കെ അത് നമ്മളെങ്ങനെ നക്കല്? നാവിൻ്റെ എവിടെയാ? നാവിൻ്റെ അറ്റത്ത് അല്ലേ? ഇനി നമ്മൾ ഗുളിയൊക്കെ കഴിക്കുകയാണെങ്കിൽ എവിടെ വെച്ചാൽ കളിക്കുക? ഗുളിക അണ്ണാക്കിൽ മിടുക്കൻ അല്ലേ? ആ വെള്ളം തൊപ്പിട്ടാക്കൊരു കൊടുക്കരു കയ്യടി. മിടുക്കൻ കേട്ടോ, വെരി ഗുഡ്. അപ്പോൾ ഗുളിക നമ്മൾ കഴിക്കുമ്പോൾ എവിടെ വെച്ചാൽ കഴിക്കുക? അണ്ണാക്കിൽ അല്ലേ? അതെന്തിനാ അണ്ണാക്കിൽ എന്തിനാ വെക്കണം? എന്തിനാ? രുചി അറിയാക്കാൻ, മിടുക്കൻ കുട്ടികൾ കൈപ്പറിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കണം, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൈപ്പറി. അപ്പോൾ നമ്മൾ അച്ചാറ്, പുളി, അതുപോലെ നല്ല നല്ല ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാവിൻ്റെ തുമ്പത്തെ വെക്കുക അല്ലേ? അപ്പോൾ ഗുളിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ വെക്കുക? അണ്ണാക്കിൽ. അപ്പോൾ അതുകൊണ്ട് സമൃദ്ധമായിട്ട് രുചികുമളകളുണ്ട് ഈ 3 ഇഞ്ച് നീളത്തിൽ. അവിടെയാണ് ഈ ഉമ്മനീർ ഗന്ധികൾ സമൃദ്ധമായിട്ടുള്ളത്. ധാരാളം ഉമ്മനീര് വരും. ദഹനപ്രക്രിയയുടെ മറ്റൊരു വേർഷനാണ്. അപ്പോൾ ഈ ഉമ്മനീർ ഗന്ധികൾ സമൃദ്ധമായിട്ടുള്ള ഈ സ്ഥലത്താണ് ഈ പറയുന്ന ആൻസ് ഇങ്ങനെ ആക്കി ചുരുട്ടിയിട്ട് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ആക്കിയിട്ട് കുത്തിക്കറ്റിയോടെ വെക്കുക അല്ലേ? അപ്പം ഈ രുചികുമളകളകത്തൂടെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ തലച്ചോറിലേക്ക് എത്തും. ക്ഷണനേരത്തിൽ ഒരു സ്റ്റിമുലേഷൻ. അത് ശാരീരികമായിട്ട് വൈകല്യങ്ങൾ, ആരോഗ്യപരമായ കുടുംബജീവൻ നയിക്കപ്പെടാൻ പറ്റില്ല. അതേപോലെ ജിജ്ഞാസ, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, വിശപ്പ് കുറവ്, ന്യൂറോ സിസ്റ്റത്തിനെ മുഴുവനും ബാധിക്കുന്ന ഒരു സിസ്റ്റം മൊത്തത്തിൽ തകർന്നു പോകുന്ന രീതിയിലെല്ലാം ഈ പറയുന്ന കുഞ്ഞ് 9 ഗ്രാം തൂക്കമുള്ള യാൻസ് എന്ന് പറയുന്ന കവറ് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിന് വേറെ വേർഷനാണ് കൂള്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയണം, ഏതെങ്കിലും കടയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലീസെ വിളിച്ചിട്ട് അറിയിക്കുകയും ചെയ്യേണ്ടത് കേട്ടോ. ആൻസ് വിൽക്കുന്നുണ്ട്, പോലീസ് അറിയിക്കരുത്. എൻ്റെ അപേക്ഷയാണ്. ഒരു പോലീസുകാരനായ ആൾ നിങ്ങളോട് പറയാം പോലീസുകാരെ വിളിച്ച് അറിയിക്കരുത്. പോലീസുകാരനെ ഈ ആൻസ് വിൽക്കുന്ന കാര്യം അറിയിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വല്ല കഞ്ചാവും ബ്രൗൺ ഷുഗറും വിളിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അറിയിച്ചു. ആൻസ് വിൽക്കുന്നുണ്ട്, ഒരാൾ വിൽക്കുന്നുണ്ട്, നിങ്ങൾ അറിയിക്കാൻ നിൽക്കണ്ട കേട്ടോ. പോലീസ് വരും, അവിടെ വരും, ആ കടയ്ക്കകത്ത് കയറും. ആ കടയുടെ പുറകുന്ന വല്ല തക്കാളി കൊട്ടയെന്നോ തെങ്ങിൻ്റെ മുട്ടുന്നോ ഇല്ല കിണറ്റിൻ്റെ കരയെന്നോ കൊട്ടയ്ക്കത്തൊക്കെ സാധനം വാരി വലിച്ചു കെട്ടി കടക്കാരനെ ജീപ്പ് കയറ്റി ആൾക്കാരെ മുന്നിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് അടക്കണം എന്നൊക്കെ പറഞ്ഞു, നീ വിൽക്കുകയാണോടാ എന്നൊക്കെ പറഞ്ഞു കണ്ട് എസ് ഐ കൊണ്ടുപോകും. സ്റ്റേഷനിൽ പോയാൽ എന്താ പരിപാടി? സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചറിയൽ കാർഡ്, ഐഡൻറ്റി കാർഡ്, ആധാർ കാർഡ്, 41 എന്ന് പറഞ്ഞ നോട്ടീസ്, അതിനകത്ത് 10-12 കോളമുണ്ട്. ഊര്, പേര്, വയസ്സ്, ഭാഷ ഒക്കെ എഴുതും. ആ ആധാർ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അതിനകത്ത് വെക്കും, ഒരു ഒപ്പിടും. ഒപ്പം താങ്കൾ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് റോഡിൻ്റെ മറുകരയിലുള്ള ഇന്ന കടയുടെ വരാന്തയുടെ പുറകിൽ ഒരു തെങ്ങിൻ തൊപ്പിൽ വെച്ച് 45 കവർ ഹാൻസ് വിറ്റതിന് ഇന്ന സ്റ്റേഷനിലെ SHOയും പാർട്ടിയും രഹസ്യവിവരം കിട്ടി. താങ്കളെടുത്ത് വന്ന് പരിശോധിച്ചാൽ ഇന്ന സാധനം കിട്ടിയതിൻ്റെ പേരിൽ താങ്കളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സ്റ്റേഷൻ നടപടികൾ പൂർത്തിയാക്കി സ്വജാമ്യത്തിൽ താങ്കളെ പറഞ്ഞയക്കണോ? റെഡിഞ്ഞോ? പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ പോലീസുകാരൻ വിളിക്കും, ഹലോ ഇന്നയാളല്ലേ? അതെ. ഇത്രാം തീയതി ആൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നോ? അതെ. ഫൈൻ അടയ്ക്കാനുണ്ടോ? ഉണ്ട്. എന്നാൽ ഞാൻ അടയ്ക്കട്ടെ. അടച്ചോ? അങ്ങനെ ആ മനുഷ്യൻ പറയും, നേരെ അവിടെ പോവും, ഫൈൻ അടയ്ക്കും, പരിപാടി കഴിഞ്ഞു. എത്ര രൂപ ഫൈൻ അടച്ചെന്നറിയാമോ? എത്ര ഫൈൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 500 റുപ്യ ഫൈന്. എത്രയാണ്? 500 റുപ്യ. അപ്പോൾ ഒരു പാക്ക് സാധനത്തിൻ്റെ വില 5 റുപ്യയാണ്. ഇത് വിൽക്കണ എല്ലാവരും 100 കട നമ്മുടെ നാട്ടിലുണ്ട്, 100 കടക്കാരും വെക്കില്ല. ഒരു കുരുത്തം കെട്ട് ഒരുത്തനെ വെക്കുക, ഓന് വർഷവനൊന്നും പേടിയുണ്ടാവില്ല. അപ്പോൾ ഓൻ ഒരു പാക്കിന് 5 റുപ്യക്ക് വാങ്ങിയിട്ട് വിൽക്കണത് 60 റുപ്യക്കാണ് വിൽക്കുക. പാലക്കാട് ക്ലാസ് കൊടുത്ത് വന്നപ്പോൾ
ഒരുത്തൻ പേരും കച്ചറ ബേക്കുന്ന 60 കിട്ടൂല 80 തേച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. 60 കിട്ടൂല അവിടെ 80 കൊടുക്കണം എന്ന് പറഞ്ഞു. 2.5 അടിച്ചിട്ട് ബേക്കിൽ പേരും കച്ചറ. എന്നായിക്കോട്ടെ 60-80 കൊടുക്കണം, ശരിയാണ് കാരണം അല്ലേ. അപ്പോൾ 5 ഉറുപ്പ്യക്ക് വാങ്ങിയിട്ട് 80 ഉറുപ്പ്യക്ക് കച്ചവടം ചെയ്യുമ്പോൾ 75 ഉറുപ്പ്യ ലാഭം കിട്ടി. 10 വിറ്റാ 750 ഉറുപ്പ്യ കിട്ടി. 10 വിറ്റാൽ ഓൻ ഇതേപോലെ ഒരു പറമ്പ് ഇങ്ങനെ കൊടുക്കുകയാണ് ആ കച്ചവടക്കാരൻ. എടാ അജ് നന്നാകെ നോക്ക്, ഒരു പറമ്പ് വരാൻ കിണറൊക്കെ ഉണ്ട്, ഇവിടെ വാഴ വെച്ചിട്ട് എന്തെങ്കിലും നയിച്ചിട്ടാക്കിക്കോ. വാട്ടം തരണ്ട, ഒന്നും തരണ്ട, വെച്ചോ. വന്ന് വാഴ വെക്കുമോ അവിടെ? എന്തെല്ലാം പണിയുണ്ട്? കുഴി കുത്തണം, വാഴക്ക് നോക്കണം, വെള്ളം ഒഴിക്കണം, ചാണകപ്പൊടി ഇടണം, അത് കിളുത്ത് വരുമ്പോൾ നാട്ട കുത്തി കൊടുക്കണം, കുരങ്ങോ അല്ലെങ്കിൽ പന്നി അത് കുത്താൻ നോക്കണം, കിളിയ വവ്വാല കൊണ്ടുപോകാൻ നോക്കണം. എന്നിട്ട് മൂത്ത് വരുമ്പോൾ ഒരു 6-8 മാസം കാത്തിരുന്നിട്ട് വെട്ടി ആ ചെറുപ്പളശ്ശേരി അങ്ങാടി കൊണ്ട് കൊടുത്താൽ 1 കിലോയ്ക്ക് 16 വരെ ട്രിപ്പ് ഇട്ടു. അത് നന്നായിട്ട് നയിക്കണം. ഇതൊന്നും വേണ്ട, ഇതൊരു സെക്കൻഡിൽ ആ പീടിയയിൽ ഓരോ കൊല കൊലയ്ക്കും ഇങ്ങനെ ഇട്ടു. ഓരോ കൊല കൊലച്ച് മൂത്ത് വിറ്റതിന് സമാന. ഒരു പാക്കറ്റ് വിറ്റ് 75 ഉറുപ്പ്യ ലാഭം മക്കളെ. കച്ചവടം നിർത്തുമോ മക്കളെ? നിർത്തൂല. പോലീസ് പിടിച്ചാൽ എത്ര ഉറുപ്പ്യ ഫൈന്? 500 ഉറുപ്പ്യ. 500 എത്ര? 500. ആ ഫൈൻ അടയ്ക്കും. പോലീസ് പിടിപ്പിച്ചാൽ നാട്ടുകാരൊക്കെ കാണുമ്പോൾ അവനെ കൊണ്ടുപോകുക, ഇറക്കി കൊണ്ടുപോകുക. നല്ല തൊലിക്കട്ടി, കാണ്ടാമൃത്ത തൊലിക്കട്ടിയാ. ഇനിയിപ്പോൾ എല്ലാവരും കണ്ടു, ഇനിയിപ്പോൾ എങ്ങോട്ടാ നിർത്താൻ? ഞാൻ ബുക്കന്നെ അല്ലേ. പക്ഷെ അവിടെ ചെയ്യേണ്ടത് അൻഷിത ചെയ്തപോലെ ചെയ്യണം. അൻഷിതനെ അറിയാം നിങ്ങൾക്ക്? ചിറ്റപ്പള്ളി സാറും വിജയ് യേശുദാസും എല്ലാം അൻഷിതയ്ക്ക് വേണ്ടിയിട്ട് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എൻ്റെ പേജൊന്ന് കണ്ടാൽ മതി. എൻ്റെ പേജിൻ്റെ പേരറിയോ? അതിനെ നോക്ക്. യേശുദാസൊക്കെ അതിനകത്ത് കമൻറ്റ് ചെയ്തേക്കണം, സമദാനി സാഹിബൊക്കെ. അതേപോലെ നമ്മളെ മുറവി തങ്ങൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എൻ്റെ പേജിൻ്റെ പേരാണ് ഫിലിപ്പ് മമ്പാട്. ഏതാണ്? ഏറ്റവും സുന്ദരനായ ഒരാളുടെ ഫോട്ടോ കാണാൻ പറ്റും, എൻ്റെ ഫോട്ടോയാണ്. കണ്ട ഒന്ന് ലൈക്ക് ഷെയറൊക്കെ എൻ്റെ മക്കൾ ചെയ്തോളി കേട്ടോ. മോണിറ്റേഷൻ ഒന്നുമില്ല മക്കളെ, ഒരു സാമ്പത്തിക ലാഭമില്ല കേട്ടോ. ലൈക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഒരു കയ്യടി എന്നാലും വേണം. എൻ്റെ മക്കൾ ഇന്ന് തന്നെ ഫിലിപ്പ് മമ്പാട് സാറിൻ്റെ പേജ് കയറിയിട്ട് എന്തായാലും വേണ്ടിയില്ല ഒരു ലൈക്കും ഷെയറും കൊടുക്കണം മനുഷ്യനെന്ന് പറയണം. അപ്പോൾ അതിനകത്ത് ഞാൻ കൊടുത്തൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയാമോ? അൻഷിതയെക്കുറിച്ചാണ്. അൻഷിത ആരാന്നറിയോ? അൻഷിത നിലമ്പൂർ മാനവേദ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ ക്ലാസ് എടുത്തു. അവിടെ ആൻസിനെ കുറിച്ച് പറഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് 2ാമത്തെ വരിയെന്നൊരു കുഞ്ഞിങ്ങനെ കണ്ണിങ്ങനെ നിറയുണ്ട്, ഒരു മെലിഞ്ഞൊരു പെൺകുഞ്ഞ്. ഞങ്ങൾ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ മകേഷിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ നിങ്ങൾ സ്കൂളിലോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു അവിടുത്തെ ടീച്ചർ. എന്താ ടീച്ചറെന്ന് ചോദിച്ചു. അതൊക്കെ കാര്യമുണ്ട് സാറേ, ഇതൊരു സംഭവമാണ്, വലിയ സംഭവം, സാറ് വരണം എന്ന് പറഞ്ഞു. കോട്ടയംകാരി ടീച്ചറായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ ചെന്നു. ടീച്ചർ ഓഫീസ് റൂമിൽ ഇരുത്തി ചായയൊക്കെ തന്നു. എൻ്റെ പൊന്നു സാറേ ഒരു രസമുണ്ട്, ഒരു കുഞ്ഞുണ്ട് ഇവിടെ. ആ കുഞ്ഞിനെ എൻ്റെ ഒരു കത്ത് എഴുതിയെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് മുതൽ കരയുന്ന പോലെ കരയുക. എൻ്റെ പൊന്നു സാറേ, സാറും കൂടെ കേൾക്കണമെന്ന്. അതിനെ ഞാൻ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മകേഷും ഉണ്ട്. ഈ മനുഷ്യനെ വിളിപ്പിച്ചു. നോക്കും, മാനേജ് സ്കൂളിൻ്റെ അടുത്ത് കച്ചവടം ചെയ്യുന്ന പലചരക്ക് കച്ചവടം ചെയ്യുന്ന ആളാണ് മൂപ്പര് ഒരു കത്തെഴുതി അൻഷ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഞങ്ങൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി രാത്രി 12 മണിക്ക് ഉറങ്ങാതിരുന്നിട്ട് ഈ അൻഷ എന്ന് പറഞ്ഞൊരു കുട്ടി, ഓട്ടോറിക്ഷക്കാരൻ്റെ മകളാണ്. ഓള് പേനയും പേപ്പറും എടുത്തിട്ട് കത്തെഴുതി, പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂരിൽ 10C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കണത്. എൻ്റെ ഉപ്പ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, വടപുറത്താണ് എൻ്റെ വീട്. ഇപ്പോൾ സമയം രാത്രി 12:15, എനിക്ക് ഉറക്കം വരണില്ല. എൻ്റെ സ്കൂളിൽ ഇന്ന് വന്നിട്ട് ഫിലിപ്പ് സാറും മകേഷ് സാറും വന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് മുഴുവനും ക്യാൻസർ പൊതികളാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് എന്ന് പറയുന്ന കുട്ടി നിങ്ങളുടെ കടയിൽ നിന്നാണ് ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്. വിവേക് ഒരു പാവമാണ്. എൻ്റെ കത്ത് എപ്പോഴാണോ നിങ്ങൾ വായിക്കുന്നത് ആ വായിച്ചു തരുന്ന സമയത്ത് നിങ്ങളുടെ കടയിലെ സകല ലഹരി പദാർത്ഥങ്ങളും എടുത്ത് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹപൂർവ്വം അൻഷിത സി, മാനവേദ ഹയർ സെക്കൻഡറി സ്കൂൾ, നിലമ്പൂർ. ഇതാണ് കത്ത്. അതിൻ്റെ അടിയിൽ വീണ്ടും ഓള് തൃപ്തി കിട്ടാതെ 2 വരി കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികൾ അല്ലേ? ഭാവിയിൽ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് നിങ്ങൾ ഭാവിയിൽ തിരിച്ചറിയുന്ന സമയത്ത് ഉപ്പ എന്ന സ്ഥാനത്ത് ആലോചിക്കും, നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? നിങ്ങൾ 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചുള്ള സമയത്ത് കെട്ടിക്കൊണ്ടുപോകണം മുഴു കുടിയനാണെന്ന് അറിയുമ്പോൾ ബാപ്പ എന്ന സ്ഥാനത്തോണ്ട് അന്ന് ചിന്തിക്കുമ്പോൾ സങ്കടം വരുമോ ഇല്ലയോ എന്നവൾ എഴുതിയ. ഉറങ്ങാതെ നേരം വിളിപ്പിച്ചു നമ്മോള് പറഞ്ഞേ. ഉറക്കം വരാതെ അവൾ കിടന്നു. കാര്യം എന്താ? അവളുടെ ക്ലാസ്സിലെ വിവേകിനെ അവൾക്ക് ഓർമ്മ വന്നു. ഈ ദുരന്തത്തിനെ ഇല്ലാതാക്കണം, അതാ പൊന്നുമോളുടെ ചിന്ത. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ കത്ത് മടക്കി പോണ വഴിക്ക് കടക്കാർ കൊടുത്തതാന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, വായിച്ചു നോക്കാൻ പറഞ്ഞു. വൈകുന്നേരം വരുമ്പോൾ കട അടഞ്ഞു കിടക്കണു. ഉമ്മനോട് കാര്യം പറഞ്ഞു. പിന്നെ സ്കൂളിൽ പോയപ്പോൾ വീണ്ടും കട തുറന്നിട്ടില്ല, അടഞ്ഞു കിടക്കണു. 2ാമത്തെ ദിവസം വൈകുന്നേരം സ്കൂളിൽ വിട്ടപ്പോൾ ടീച്ചർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചർ നല്ല കാര്യമല്ലേ മോളെ നീ ചെയ്തത്, നീ എന്നാത്തിനടി പേടിക്കുന്നതെന്ന് ചോദിച്ചു. ആ കത്തുമായിട്ടാണ് മനുഷ്യൻ സ്കൂളിൽ ചെന്നത്. അങ്ങനെ വേദിയിൽ വെച്ച് അയാൾ പറഞ്ഞു, പൊതുവായിട്ടേക്ക് മാപ്പ് വരണം സാറേ പറഞ്ഞു. അല്ലല്ല നീറ്റിൽ പോകില്ലായിരുന്നു, എല്ലാവരും എനിക്ക് മാപ്പ് വരണമെന്ന് പറഞ്ഞു.
അങ്ങനെ സ്കൂളിലകത്ത് മിനി ഓടിയിട്ട് പ്രിൻസിപ്പളുണ്ട്, എച്ച് എം ഉണ്ട്, ഞാനും മകേഷും ആ കുട്ടിയെല്ലാം നിൽക്കുമ്പോൾ ഈ മനുഷ്യന് ഒരു കൊച്ചു കുട്ടിയെ പോലെ കരയുകയാണ്. നോക്ക്, 16 വർഷം റിയാദ് ജോലി ചെയ്തൊരു മനുഷ്യന് 12 കടമുറിയുണ്ട്, ഒരു പലചരക്കടയുണ്ട്. ബംഗാളിമാർ ഭായിമാർ വന്നിട്ട് സാറേ പലചരക്ക് സാധനം വാങ്ങണമെങ്കിൽ ഇത് കൊടുക്കണം സാറേ, അങ്ങനെ കൊടുത്തേന് അറിയാതെ. ഇനി ഞാൻ വെക്കൂല, എനിക്ക് വേണ്ട. ഇനി 5 പ്രാവശ്യം നിലമ്പൂർ പോലീസിനെ പിടിച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് ആ മനുഷ്യനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നിർത്തിയിട്ടില്ല. നോക്ക്, 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടും നിർത്താത്ത ഒരു മനുഷ്യനെ രാത്രി ഉറങ്ങാതെ പേനയും പേപ്പറും എടുത്ത് അൻഷത എന്ന് പറയുന്ന ഒരു പൊന്നുമോള് കത്തെഴുതി ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വരോടിൻ്റെ ദേശത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് അൻഷതമാർക്ക് ജന്മം കൊടുത്തേ. മക്കളെ ഒരുക്കണം, മക്കളെ ഒരുക്കണം. സായുധ വിപ്ലവത്തിൽ ലഹരിക്കെതിരെ പങ്കെടുപ്പിക്കണം. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഒരു ഫിലിപ്പ് മമ്പാട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് സംസാരിച്ച കാര്യമൊന്നുമില്ല. കാര്യം കേട്ടതുപോലെ അങ്ങോട്ട് പകർന്നു പോവും അല്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ഹൃദയത്തിൽ. എല്ലാ സ്ഥലത്തും നമ്മൾ കേൾക്കും. അത് തിയേറ്ററിലാണ് കേൾക്കണേ. ഇതിലെ കേട്ട് ഇതിലെ വിടും ഭൂമി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പോഞ്ച് പോലെ അവരുടെ ആരെങ്കിലും പോഞ്ച് പോലെ കൊണ്ടു നടക്കുമോ? എന്നാൽ ഇത് പോഞ്ചാ, ഇനി വലിക്കാൻ പാടില്ല, ആകെ പോഞ്ച് കത്തിപ്പോവും. അങ്ങനെ ആരെങ്കിലുണ്ടോ? ആ മെഡിക്കൽ കോളേജിൽ പോയിട്ട് 5ാമത്തെ വാർഡ് കയറി വന്ന ആ മെഡിക്കൽ വാർഡിൽ കയറിയൊക്കെ ജനറൽ വാർഡിൽ കുറേ പേര് കട്ടിലിരുന്നിട്ട് ഇങ്ങനെ കുറേ പേരെ മൂക്കിലൊക്കെ കോയിലൊക്കെ ഉണ്ടാവും, പുറകിൽ ഭാര്യ ഉണ്ടാവും. ഒരു സ്നേഹമില്ലാത്ത ഭാര്യ തിരുമണ കാണാം ഇങ്ങനെ തുപ്പികളെ ഇങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ തിരുമ്പും ഭാര്യ. ഒരു സ്നേഹം ഉണ്ടാവില്ല ഇങ്ങനെ. എന്താ ഈ മനുഷ്യൻ വലിച്ചു കയറ്റിയിട്ട് ആവണ കാലത്തൊന്നും ഈ മനുഷ്യൻ കേട്ടിട്ടില്ല. വലിക്കല്ലേ പഠിപ്പിക്കട്ടാറി ആ ഭാര്യ തുപ്പിക്കൂട്ടിക്കോളി ഇവിടെ അറിഞ്ഞു കര ഇത് വലിച്ചോളി. വലിക്കാനൊക്കെ പൈസ ഉണ്ടല്ലോ, ഒരു മുണ്ട് വാങ്ങാൻ പൈസ ഉണ്ട്, ചുരിദാർ വാങ്ങി തന്നു നിങ്ങൾ, നല്ല സാരി വാങ്ങി തന്നിക്കണോ ചോദിക്കും അല്ലേ? 2-3 കെട്ട് വലിച്ചു കയറ്റും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനമാകുമ്പം ഈ വലിച്ചത് മൊത്തം ശ്വാസം മുട്ടായിട്ട് എന്നിട്ട് ആകെ ഒരു വിങ്ങലും തുമ്മലുവാ. വെറുതെ പറയാലോ, നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 5ാം വാർഡുണ്ട്, മെഡിക്കൽ വാർഡാ, പോയി നോക്കൊന്ന് കാണാം. വലിച്ചതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും, വലിച്ചതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും. ഇരുന്നിട്ട് അങ്ങോട്ട് വലിക്കും, എല്ലാം വാർഡ് ഫുള്ള് വലിച്ചു കയറ്റും. വാരിലൊക്കെ ഓരോന്ന് എണ്ണി എടുക്കുക. അങ്ങനെ ഒരു കുറച്ച് ആക്കം മുടുക്കം കിട്ടിയാൽ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ വന്നാൽ വീണ്ടും പീടിയാ പോയി കഴിഞ്ഞാൽ പറയും. പിന്നെ ഒരു 5-6 ദിവസം വീണ്ടും അങ്ങോട്ട് തന്നെ പോവും. പന്ത് ചോരം അടിച്ചാൽ ഇട്ടും അങ്ങോട്ട് പോവും വീണ്ടും അല്ലേ? വലിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇന്നത്തെ അവസാനത്തെ വലിയായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലത്തന്നെ മനുഷ്യൻ നടക്കാൻ വയ്യ ഇവിടെ അല്ലേ? അതിൻ്റെ ഇടയിൽ ഈ സാധനം കൂടെ വലിച്ചു കയറ്റിയുള്ള കാര്യം പറയണോ പ്രിയപ്പെട്ടവർ? 10-ൽ 4 പേര് മരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അറ്റാക്ക് വന്നിട്ട് ഉറക്കത്തിലും നടക്കത്തിലും ഒക്കെ സൈലന്റ്. ഇപ്പോൾ ആൾക്കാരൊക്കെ പറയണത്, ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും പറയണത് എന്താ അറിയാം, നന്നോട്ട് തിന്നാനാണ് പറയണേ. നല്ല സുഖിച്ച് എങ്ങനെയൊക്കെ പോയിക്കോ, യാത്രയൊക്കെ പോകും, മക്കളൊക്കെ ഒന്ന് നോക്കല്ലേ എന്നൊക്കെ ആൾക്കാർ. അതൊന്നും കേൾക്കൊന്നും ചെയ്യേണ്ട കേട്ടോ, അതൊക്കെ ഒരു അബദ്ധങ്ങളാണ്. അങ്ങനെ മരണമൊന്നും, അങ്ങനത്തെ മരണങ്ങളൊന്നുമില്ല. നമ്മുടെയൊക്കെ ദിനചര്യകളൊക്കെ കുറഞ്ഞു, വ്യായാമം കുറഞ്ഞു, വിശ്വാസം കുറഞ്ഞു. ഇപ്പോഴൊക്കെ പേരിനൊക്കെ നമ്മൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനൊക്കെയാണ് പേരിന്. പക്ഷെ വിശ്വാസം കുറച്ച് വിലയ്ക്ക് ഉള്ളു വിശ്വാസം അല്ലേ? കുറച്ച് വിലയ്ക്ക് വിശ്വാസം. ആരാ ഇപ്പോൾ പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവന്? പുലർകാലം 4 മണിക്ക് എഴുന്നേറ്റ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസി യാത്ര തുടർന്നാൽ അവന് കൃത്യമായിട്ട് 4 മണിക്ക് ഉണർന്നാൽ അവൻ വൈകുന്നേരം 7-8 മണിയാകുമ്പോൾ ഉറക്കം വരും. കൃത്യമായിട്ട് അവൻ്റെ ഭക്ഷണമൊക്കെ നിർത്തി 10 മണിക്ക് കിടന്നുറങ്ങും. 10 മണിക്ക് കിടന്നുറങ്ങിയാൽ 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും. യോഗീശ്വരനാണ് അവൻ, കഴിവുള്ളവൻ, ജ്ഞാനിയാണ്. പക്ഷെ ഇന്ന് തലമുറകളെല്ലാം ഇന്ന് കിടന്നുറങ്ങുന്നത് രാത്രി 1 മണിക്ക് 2 മണിക്കാണ്. കാര്യം എന്താ? ഇന്ന് നിങ്ങൾ വഴിക്കട മുതൽ മലപ്പുറം വരെ ഞാനും ചെയ്തൊക്കെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ 316 കുഴിമന്തിക്കട ഉണ്ട്. ഞങ്ങൾ ഈ തട്ടുകടയും കുഴിമന്തി എല്ലാം കൂടെ ടോട്ടൽ അതിൽ 18 കുഴിമന്തിക്കടയുണ്ട് 40 കിലോമീറ്ററിനകത്ത്. ഇതെല്ലാം തുറക്കണത് വൈകുന്നേരം 3 മണിക്കാണ്, അടയ്ക്കണ രാത്രി 1-2 മണിക്കാണ്. ഇപ്പോഴെല്ലാവരും രാത്രി പെരുന്നമണ്ണ തീറ്റമുക്ക് എന്ന് പറഞ്ഞാൽ മുക്കുണ്ട്, തീറ്റമുക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ തിന്നിട്ട് മുക്കണ കുറേ ആൾക്കാരെ കാണാം തീറ്റമുക്കിൽ. പോയി നോക്ക് ഒന്ന്, വൈകുന്നേരം ആയില്ല, കടിച്ച് വാലിച്ച് സെൽഫിയൊക്കെ എടുത്ത് കുറേ ആൾക്കാർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി 12-1 മണിക്കൊക്കെ നാളെ ഒരുത്തണ്ട് ആടിൻ്റെ കാലെടുത്തിട്ട് തോളിൽ വെച്ചിട്ട് സെൽഫി എടുക്കുന്നത് പറഞ്ഞിട്ട്. ആടിൻ്റെ കാലേ എടുത്ത് തോലൊക്കെ ഒരുത്തൻ തലയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് സെൽഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്.
കണ്ട് കുറേ നേരം നോക്കി നിന്ന് ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നു. കാരണം അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ലോകം അങ്ങനെയാണ്, അങ്ങനെ മാറിയിട്ടുണ്ട്. ഇനി ആ മാറിയ ലോകത്ത് ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ. കാർന്നോമാരൊക്കെ പറഞ്ഞത് അങ്ങനെയാണല്ലേ. അതുകൊണ്ടാണ് പറയണത്, നമ്മളൊക്കെ വീട്ടിനകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് പാടത്തും പറമ്പത്തൊക്കെ പോയി ആരും കാണാൻ കാര്യം സാധിച്ച തലമുറ നമ്മളൊക്കെ. ഇന്നത്തെ നമ്മളുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ റോട്ടും വെക്കുന്ന ഒരു തിന്നണത് അല്ലേ. ഈ പരിപാടി നടക്കണ 100 മീറ്റർ അപ്പുറത്ത് ഒരു കടയുണ്ട്, നല്ല ഭക്ഷണം കിട്ടും കേട്ടോ, പോയി നിങ്ങൾ കഴിക്കണം. അവിടെ ചായയും ചെറിയ കടികളൊക്കെയാണ് കേട്ടോ. ഞങ്ങളും കയറി അവിടെ. അപ്പോൾ ഇത്രയുള്ള പീക്കറികൾ കുറേ എണ്ണം ഉണ്ട്. ആ വൈറ്റ് സോക്സ് ഒക്കെ ഒഴിച്ചിട്ട് അവിടെ പൂമാല ആക്കിയിട്ടുണ്ട്. കുറേ പേര് ഈ പൂമാല ആക്കാൻ തിന്നാനൊന്നുമല്ല, ഒരു സെൽഫി എടുക്കണം, അതാണ് സ്റ്റാറ്റസ് വെക്കണം. ഓനോട് കുറേ പൂമാലയൊക്കെ 2 കൈ കൊണ്ട് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വരച്ചിട്ട് പിന്നെ നോക്കി ചിരിയിരിച്ചിട്ട് പിന്നെ ഇങ്ങനെ വരക്ക് ആക്കി, എന്നിട്ട് അത് വെച്ചിട്ട് സെൽഫി എടുക്കും. അപ്പോൾ അങ്ങനായി മാറിയിട്ടുണ്ട് കാലം. അപ്പം മാറിയ കാലം ഇങ്ങനെയാണ്, ഇതിനൊക്കെ സ്വീകരിക്കാനേ മാർഗമുള്ളൂ. അപ്പം പറഞ്ഞത്, ലഹരി എന്ന് പറയുന്ന ദുരന്തം നമ്മുടെ മുക്കിന് മൂലയിലെല്ലാം ആപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ആപത്തിനെ നമ്മൾ തിരിച്ചറിയണം. എന്നോട് പലരും ചോദിക്കും, സാറേ എന്താ അതിനൊക്കെ കാരണം, എങ്ങനെ പരിഹാരം എങ്ങനെയാണ് ചോദിച്ചു. പരിഹാരം എങ്ങനെയാണ്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. ലഹരി എന്ന് പറയുന്ന ദുരന്തം, മക്കളെ കേൾക്കണേ, ലഹരി എന്ന് പറയുന്ന ദുരന്തം. അപ്പം നമ്മൾ യാത്ര ചെയ്ത് പോവുകയാണ്. ആ യാത്ര ചെയ്തുമ്പോൾ റോഡിൻ്റെ പക്കത്ത്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ, തെരുവിൽ, മൂത്രപ്പുര പെമ്പിൽ, തെങ്ങുംതോപ്പിൽ, പാറക്കെട്ടിൽ, നദിക്കരയിൽ, കുളക്കരയിൽ, എവിടെ പോട്ടെ, എവിടെ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ലഹരി എന്ന് പറയുന്ന ദുരന്തം നിങ്ങൾ കാണുകയാണ്. ചെറുപ്പക്കാർ 2 പേര് ബൈക്ക് നിർത്തി അതിനകത്ത് സിഗരറ്റിൽ ഹാൻഡ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി ചുണ്ടടി വെക്കുന്ന നിങ്ങൾ കണ്ടു. നിങ്ങൾ വീടിൻ്റെ അടുത്താണ് കാണുന്നത്. നിങ്ങൾ ജനലിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ സംഭവം കണ്ടു. അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പാണ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു മൈതാനമാണ്, വൈകുന്നേര സമയമാണ്, കുറേ പാറക്കെട്ടൊക്കെ ഉണ്ട്. എവിടെല്ലാം ഈ നയന സുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ പാറക്കെട്ട്, സൺസൈറ്റുകൾ, ജലാശയങ്ങൾ, നദി, കുളക്കരകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കുട്ടികൾ വരും. കാര്യം എന്താ, കാണാൻ ഇഷ്ടമാണ് കുട്ടികൾക്ക്. പെട്ടെന്നൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾ വരും. അങ്ങനെ സ്ഥലത്തിലൊക്കെ മനുഷ്യരുടെ ജാഗ്രത കുറവുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ദുരന്തങ്ങളുണ്ട്. ജാഗ്രത കുറയുന്നിടത്താണ് അപകടം കൂടുക. കുറേ മരണങ്ങൾ ഉണ്ടായിട്ട് അവിടെ എഴുതി വെക്കും, എത്ര പേര് മരിച്ചെന്ന്. അതിന് തെളിവെന്താണെന്ന് പറയുക, ജാഗ്രത കുറവാണ്. ചില സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യക്കുപ്പികൾ ഇഷ്ടംപോലെ ഉണ്ടാവും, ഹാൻഡ്സിൻ്റെ കവറുണ്ടാവും, സിഗരറ്റ് കവർ ഇഷ്ടംപോലെ കൂടി കിടക്കുന്നുണ്ടാവും. ഈ മദ്യക്കുപ്പി, സിഗരറ്റ് കവറും ഒക്കെ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെയാണ്? ഇരുണ്ട ലൈറ്റുള്ള മദ്യശാലകളിലാണ്. കാരണം അവിടെ നിയന്ത്രണമില്ല, അവിടെ അതിന് അനുവദിക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു നല്ല സ്ഥലത്ത്, ഒരു തെങ്ങിൻതോപ്പിൽ, പാറക്കെട്ടിൽ, സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ, കവലകളിൽ പുറകിലൊക്കെ മദ്യക്കുപ്പിയും സിഗരറ്റും ഒക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ നാടിൻ്റെ ജാഗ്രത കുറവാണ്. അവിടെ പൗരാവലിയില്ല, ജാഗ്രത സമിതിയില്ല, അവിടെ വിശ്വാസ സംഹിതയില്ല, അവിടെ തീഷ്ണതയുള്ള ആളുകളില്ല. നമ്മളവിടെ പോയിട്ട് വടിയും കുറുവടിയും പോയിട്ട് തല്ലാനോ പിടിക്കാനോ അവിടെ ജാഗ്രത പോലീസ് അല്ലെങ്കിൽ സദാചാര പോലീസ് ആകാനല്ല ഞാൻ പറയുന്നത്. സ്നേഹാചാര പോലീസ് ആകണം നമ്മളെപ്പോഴും. സ്നേഹാചാര പോലീസ് അതെങ്ങനെയാണ്? ഞാനാകുന്നു ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, ആമസോൺ വ്യൂ. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ആമസോൺ യൂട്യൂബിലുണ്ട്. എൻ്റെ വീട് 600 മീറ്ററേ ഉള്ളൂ. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ വരും, വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവന്മാർ സിഗരറ്റ് വലിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. വലത് കൈ അവരുടെ തോളിൽ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മോൻ്റെ പേരെന്താ, എൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താ, എവിടുന്നാണ് വരുന്നത് എൻ്റെ കുഞ്ഞ്, എൻ്റെ മോനെ പോലുള്ള കണ്ടിട്ട് കണ്ണു മൂക്കൊക്കെ എൻ്റെ മോൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. ഈ സിഗരറ്റ് വലി നിർത്തിക്കൂടെ മോന്? ഞാൻ നമ്പർ എന്നാൽ വിളിക്കുമോ? ഫ്രീ ആകുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ? നിർത്താൻ മാർഗമുണ്ട്. ഈ ആൻസ് വയ്ക്കുന്ന നിർത്താൻ മാർഗമുണ്ട്. മോൻ എന്നെ വിളിക്കുമോ? നമ്പർ എന്നാൽ വിളിക്കുമോ? എൻ്റെ മോൻ എന്നെ വിളിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് നിലത്ത് വിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ എന്നെ കാണാതെ എൻ്റെ മുഖത്തന്നെ നോക്കിയിട്ട് സിഗരറ്റ് ഇങ്ങനെ ചവിട്ടി മെതിക്കുന്ന കണ്ടിട്ടുണ്ട്. കാര്യം എന്താ? ഞാൻ അവൻ്റെ ഹൃദയത്തിനെയാണ് പൊള്ളിച്ചത്. അവിടെ പോയിട്ട് എന്താണ് എൻ്റെ കയ്യിൽ ഇവിടെ വലിക്കണേ? ആഹാ, എൻ്റെ നാട്ടിൽ ഒന്ന് വലിക്കാൻ വന്നൊക്കെ അല്ലേ പറഞ്ഞത്. ഞാൻ എൻ്റെ പണിയൊക്കെ പോടാറി, ഞാനെന്നാ പറയാം, ഞാൻ പണിയൊക്കെ പോറി. അവൻ അതിലും വലിയ ഭീഷണി കണ്ടവനാ. അവന് വീട് സമാധാനമില്ലാത്തവൻ, വീട്ടിൽ അതിലും വലിയ വാക്ക് അവന് കേട്ടതാ. നീ ആരാണെന്ന് അവനോട് ഞാൻ ചോദിച്ചേ, ഇവിടുന്ന് വലിക്കുന്നത് ചോദിച്ചത്. അതിലും വലിയ വിഷമങ്ങളൊക്കെ അവന് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്നേഹിപ്പിടയ്ക്കപ്പെടേണ്ട ആളുകൾ വീട്ടിനകത്ത് കുരുത്തം കെട്ടവൻ, താൻ തോന്നി, അധിക പ്രസംഗി, മണ്ടൻ, മടയൻ, പൊട്ടൻ, നീ എൻ്റെ വയറ്റിലാളുണ്ടായത്, പോടാ പോയി ചാക് പോ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപം ഏറ്റുവാങ്ങിയവൻ അവൻ. ഗാർഹിക അവസ്ഥ, സാമൂഹിക അവസ്ഥ അനുയോജ്യമല്ല, മുറിവേറ്റ കുഞ്ഞാണവൻ. അവരെല്ലാ ഇടത്തും അസ്വസ്ഥത പ്രകടമാക്കപ്പെടും. അങ്ങനെയുള്ള കുഞ്ഞ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ, നിങ്ങളുടെ അടുത്തോ ജലാശയത്തിലോ കവലകളിലോ ആൾക്കൂട്ടങ്ങളിലോ വലിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്ത് കണ്ടാൽ അവനായി കാണണം. അവനെ നിങ്ങളായി കാണരുത്. അവനായി കാണാൻ, അവനൊരു പരിഗണന കൊടുക്കാൻ, അവനൊരു സ്ഥാനം കൊടുക്കാൻ നിങ്ങളുടെ മനസ്സ് യോഗ്യമാണെങ്കിൽ, അവനെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ കരങ്ങളുണ്ടെങ്കിൽ, അവൻ്റെ കയ്യിൽ സിഗരറ്റ് നിലത്തേക്ക് വീഴും. ഞാൻ കണ്ടിട്ടുണ്ട് വീണത് എത്ര കുഞ്ഞുങ്ങൾ. അവൻ്റെ കണ്ണ് പിന്നെ വല്ലാത്തൊരു സ്നേഹ, ആ മറ്റേ തോണ്ടും. അപ്പോൾ അതിനാ ബൈക്കണ്ട് ഷാട്ടാക്കും. എന്തിനാ? ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. കാര്യം എന്താ? സ്നേഹമുള്ള ആൾക്കാരുള്ള സ്ഥലം അവിടെ. അടുത്ത വർഷം പോയി വന്ന് അവിടെ പറയും, എടാ അങ്ങോട്ട് പോകണ്ടേ, അങ്ങോട്ട് ബിയറും കുപ്പിയൊന്നും കൊണ്ടുപോകണ്ട, കള്ളുമൊന്നും കൊണ്ടുപോകണ്ട, ആ ഭാഗത്തേക്കല്ല കേട്ടോ,
അവിടെ കഴിഞ്ഞ ആഴ്ച താത്തന്നെ വന്നുകാണ്ട് പറഞ്ഞു, ഇന്ന് ഞാൻ മറക്കൂല, എൻ്റെ കണ്ണ് അറിഞ്ഞു പോയി, പാവം താത്തടാ, കരഞ്ഞു എന്നെ കണ്ടിട്ട്. ഞാനും കണ്ടില്ലേ. നമ്മൾ ജാഗ്രത ഒക്കെ കുറഞ്ഞാൽ അവിടെ ആള് വരും. ഇങ്ങനെ ജാഗ്രത കുറഞ്ഞു പോയതാണ് പ്രിയരെ ഈ അക്ഷര കേരളത്തിന്റെ ദുരന്തം. മുക്കിനും മൂലകളിലും ഇന്ന് ലഹരി നുരയുന്നുണ്ട്. ആൾക്കൂട്ടങ്ങൾ ലഹരി കിട്ടുന്നുണ്ട്, കലാലയങ്ങൾ ലഹരി കിട്ടുന്നുണ്ട്, നമ്മുടെ കവലകൾ ലഹരി കിട്ടുന്നുണ്ട്. നമ്മൾക്കിടയിൽ ആരും ഉപയോഗിക്കുന്ന, ആരും വിൽപ്പന നടത്തും തിരിച്ചറിയാൻ പറ്റണില്ല. കാര്യം എന്താ? ആർക്കും ആരെയും കാണാൻ പറ്റണില്ല, ആരും ആരെയും തിരിച്ചറിയുന്നില്ല, ആർക്കും ആരോടും നേരിട്ട് സഹവർത്തവുമില്ല. അയൽവാസിയെ തിരിച്ചറിയാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേ. നമ്മുടെ ബന്ധങ്ങളൊക്കെ വിദേശത്തുള്ളവരായിട്ട്, അമേരിക്ക, സ്വീഡൻ, ഹംഗറി, ചെക്കസ്ലോവാക്യ അല്ലേ, അങ്ങനെ സ്ഥലത്തുള്ള ബന്ധങ്ങളൊക്കെ അവരായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുള്ളൂ. അടുത്ത വീട്ടിൽ മമ്മദൊക്കെ കാലൊടിഞ്ഞാലും, അടുത്ത വീട്ടിലെ സുതിമാഷിന് പനി വന്നാലും ജലദോഷം വന്നാലും നമുക്ക് തിരിച്ചറിയാൻ സമയമല്ല, നമുക്ക് നോക്കാൻ സമയമല്ല. അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ആൾക്കൂട്ടങ്ങളിലും ഇല്ലെങ്കിൽ തെരുവുകളിലും കവലകളിലൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടാൽ നമ്മളെ ബാധിക്കൂല. കാര്യം എന്താ? നമ്മൾ കണ്ടത് മുഴുവൻ പൊയ്മുഖങ്ങളെ അല്ലേ, പൊയ്മുഖത്തിന് നമ്മൾ കണ്ടത്. നമ്മളെ ബാധിക്കണമെങ്കിൽ, ഒരു സഹോദരിയെ ബാധിക്കണമെങ്കിൽ, സഹോദരി നിന്റെ ഉദരത്തിൽ അവനെ ചുമക്കണം, നൊന്ത് നീ പ്രസവിക്കണം. അവൻ അസമയത്തോ അല്ലെങ്കിൽ അവൻ തെരുവിലോ അവൻ ഒഴിഞ്ഞ പാടത്തോ പറമ്പത്തോ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ, പ്രിയപ്പെട്ട അവനെ നൊന്ത് പ്രസവിച്ച ഉമ്മേ, നിനക്ക് നോവും. ആ നൊന്ത നീയാ ഷെഫീഖ് എന്ന് പറയുന്ന 24 വയസ്സുള്ള ഒരു നരാധമനോട് ചോദിച്ചത്, നീ എവിടെയായിരുന്നു നിന്റെ കുട്ടി 2 ദിവസം? എവിടെയായിരുന്നാണ് നീ 2 ദിവസം? ഞാൻ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ കിടന്നിട്ടും നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ലല്ലേ, നീ ഇന്ന് വന്നോ എൻ്റെ അടുത്തേക്ക്? ഇപ്പം എനിക്ക് പൈസ വേണമല്ലേ, ഉമ്മാൻ്റെ പൈസ വേണം ഇല്ലേ? പറഞ്ഞ് അവസാനിക്കുന്നിടത്ത് 2 കരങ്ങളിൽ കൈകളിലും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തേങ്ങ പൊളിക്കുന്ന മൂർച്ചയേറിയ ഇരുമ്പിൻ്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആദ്യ വെട്ടാണ് ആ ചങ്കിലേക്ക് ആഞ്ഞു വെട്ടി. പ്രാണനിങ്ങനെ വെടയുന്നതിന് മുമ്പ് ആർത്ത് പറയുന്നുണ്ട്, മോനെ ഷഫീർ. അടുത്ത വെട്ട് വീണ്ടും ചിരിച്ചോണ്ട വെട്ടിയത്, ചാകടി എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട വെട്ടിയത് അല്ലേ. 6 വെട്ടുകൾ വെട്ടിയിട്ട് ആ അമ്മയെ കൊന്നു കളഞ്ഞു, ഉമ്മനെ. എന്നിട്ട് പറഞ്ഞതാണ്, ജനിപ്പിച്ചതിന് ഞാൻ കൊടുത്ത ശിക്ഷയാണ്, ഉദരമേ നീ മാഞ്ഞു പോകുക, ജനിപ്പിച്ചത് ഞാൻ കൊടുത്ത ശിക്ഷയാണ്. സതീഷ് പോൾ എഴുതിയിരിക്കുന്ന ഉദരമേ അല്ലേ, ഉദരമേ നീ മാഞ്ഞു പോകുക, ഒറ്റ വാക്കിൽ ഒതുക്കിയിരിക്കും, ഉദരമേ നീ മാഞ്ഞു പോകുക. അതാണ് ഈ ലോകം പ്രിയപ്പെട്ടവർ. അപ്പോൾ ലഹരി എന്ന് പറയുന്നത്, ഈ ദുരന്തം എങ്ങനെ സംഭവിക്കുന്നൊന്നും പ്രവചനാതീതമാണ്. ലഹരിക്കെതിരെ നമ്മളെല്ലാം ഉണരണം. മനുഷ്യരെ പോലെ ലഹരിക്കെതിരെ വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ലഹരിക്കെതിരെ നമ്മളെല്ലാവരും അണിനിരക്കണം. ഓരോ അമ്മമാരും ഓരോ സഹോദരന്മാരും ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ ജാഗരൂകരാകണം. ലഹരി എന്ന് പറയുന്ന ദുരന്തം നമ്മുടെ നാട്ടിലോ മഹലുകളിലോ അയൽവാസങ്ങൾ നടന്നാൽ ഒറ്റപ്പെടുത്തരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. അവിടെ പോകണം, അവിടെ പോയിട്ട് പറയണം, ഞങ്ങളൊക്കെ ഉണ്ട്, സങ്കടപ്പെടേണ്ടെന്ന് പറയണം. ഞങ്ങളൊക്കെ ഉണ്ട്, സങ്കടപ്പെടുത്തേണ്ടെന്ന് പറയണം. നമ്മുടെ നീതിമാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മദീനത്തിൽ ഒരു വിദേശി പഠിക്കാൻ വന്നിരുന്നു. അവിടെ ഒരു വിദ്യാർത്ഥിയാണ് അവൻ. ആ പഠിക്കാൻ വന്നിടയ്ക്ക് ഈ വിദേശിയായ വിദ്യാർത്ഥിയുടെ പഠനത്തെക്കുറിച്ചൊക്കെ ഈ ഉമർ ചക്രവർത്തിക്ക് അറിയേണ്ട ചില താല്പര്യമുണ്ട്. ഒഴിവു സമയത്ത് അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് സവാരിക്കിറങ്ങിയ സമയത്തേക്ക് ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കിയപ്പോൾ പെട്ടെന്ന് വാതിലുകൾ പെട്ടെന്ന് അടയ്ക്കുകയാണ് ബലത്തിൽ. ഉമർ ചക്രവർത്തിയെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കണ്ടു. വല്ലാത്ത സങ്കടം തോന്നി. നീതിമാനായ ഉമർ ചക്രവർത്തിക്ക് തോന്നിയ ആ വേദന അദ്ദേഹം ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു. പിന്നെ ഏകദേശം ഒരു കുറേ നാളത്തേക്ക് ആ പള്ളിയിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോയില്ല. കാരണം എന്താ? ആൾക്കൂട്ടങ്ങളിൽ ചാട്ടവാറിൻ്റെ അടി എനിക്ക് കേൾക്കും, ശിക്ഷ കിട്ടും, എനിക്ക് ഭയമുണ്ടായിരുന്നു. കാരണം നീതിമാനാണ് എന്നെ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അവിടെ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പം അവിടെ മിഹ്റാബിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇമ്രുല്ലത്താഹം ഈ പുറകിരുന്ന് നിസ്കരിക്കുന്ന വ്യക്തിയെ കണ്ടു, ഈ വിദ്യാർത്ഥിയെ കണ്ടു. അദ്ദേഹം അങ്ങനെ കൈകൂപ്പി, മോനെ നീ ഇങ്ങോട്ട് വരിക, നീ മിഹ്റാബിൻ്റെ ഭാഗത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ തോളിലേക്ക് ഈ ചക്രവർത്തി മുറൽ ചക്രവർത്തിയുടെ ശിരസ് ഇങ്ങനെ കുനിഞ്ഞിട്ട് ചെവിയിൽ പറഞ്ഞു, നീ ചെയ്ത അപരാധം മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല, സങ്കടപ്പെടണ്ട. നീ ചെയ്ത അപരാധം, നീ മദ്യപിക്കുന്ന അപരാധം ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ വിഷമിക്കണ്ട, പഠിച്ച് വിജയം കാണുക, ഒന്ന് ലക്ഷ്യം കാണുക. ഇത് പറഞ്ഞപ്പം ഈ ചെറുപ്പക്കാരൻ മിഹ്റാബിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞു.
ഇന്ന് ഈ മസ്ജിദിനെ സാക്ഷിയാക്കി, മെഹ്റാബിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, മദ്യപാനം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. നീതിമാനായ ഈ മുറൽ അല്ലാഹു തആല തൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ ഈ വാക്കെൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എത്ര മനോഹരമാണ് ആ ചിന്ത. അങ്ങനെ ചേർത്ത് പിടിച്ച ചില അനുയായികളുടെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഗണത്തിൽപ്പെട്ട അനുയായികൾപ്പെട്ടവരാണ് നമ്മൾ. എത്ര ഉപമകളുണ്ട്, എത്രയോ ഉപമകൾ നമ്മളെ ഇങ്ങനെ ഈ ലോകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ ചേർത്ത് പിടിക്കാൻ, അങ്ങനെ സ്നേഹിക്കാൻ നല്ല മനുഷ്യർ നമ്മൾക്കിടയിലുണ്ടെങ്കിൽ, ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിൽപ്പെട്ടവരെ ആട്ടിയകറ്റരുത്, ചേർത്ത് പിടിക്കണം. ഞങ്ങളൊക്കെ ഇല്ലേ, സങ്കടപ്പെടണ്ട, വാ പുറത്തേക്ക് വാ, സാരല്ലടി മോനല്ലേ, മാറും, നീ സങ്കടപ്പെടല്ലേ, സാരല്ലടാ മക്കളല്ലേ, നീ ഒന്ന് വിഷമിക്കാതിരിക്കും, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ നല്ല ആളുകളുണ്ട്, നീ സങ്കടപ്പെടണ്ട, സ്നേഹം കൊടുത്താൽ മതി. അവരെ കൂട്ടുകെട്ടിൽ പെട്ടുപോയതല്ലേ, അവരെ കൂട്ടുകാരെ കൂടെ നമുക്ക് സ്നേഹിക്കണം, അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നിടത്താണ് ഈ മഹാപ്രപഞ്ചം എന്നും നിലകൊള്ളുക. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഈ ദേശത്തുള്ള മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ നമ്മളെല്ലാം ഇത്തരത്തിലുള്ള മഹത്തരമായ ചടങ്ങ്, ഇന്ന് പ്രത്യേകിച്ച് ഈ വരോട് മഹല് കമ്മിറ്റി ഇവിടെ ഈ VRCയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടി കേവലം ഒരു വാക്കിൽ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ഇതൊരു ഒരുങ്ങലാണ്. എത്രയോ ദിവസങ്ങൾക്കകം ഉള്ളിൽ തന്നെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരുപക്ഷെ ഇത്തരത്തിലൊരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്ന സദസ്സിൽ ഫിലിപ്പമ്പാട് വരികയാണെങ്കിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം അല്ലെങ്കിൽ ലഹരി പൂർണ്ണമായിട്ടും ലഹരി വിരുദ്ധ ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു വലിയ പൂർണ്ണമായിട്ടും ലഹരി ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഡിക്ലറേഷൻ സദസ്സിലേക്കാകട്ടെ ഞാൻ വരേണ്ടതും കൂടെ സന്ദർഭം ഓർമ്മിക്കപ്പെടുത്തുകയാണ്. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ചില വ്യത്യസ്തമായ പരിപാടികൾ ഇനിയും ഈ നമ്മുടെ സെയ്ദ് ഹാജി മൗലാന അബൂബക്കർ ഹാജി നഗറിൽ ഇനിയും ഉണ്ടാവട്ടെ എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ നമ്മുടെയൊക്കെ ലഹരി എന്ന് പറയുന്നത് കുടുംബമാവട്ടെ, ലഹരി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടിനകത്തെ സന്തോഷനിർഭരമായ നിമിഷത്തിലായിരിക്കട്ടെ എന്നുകൂടെ സാന്ദർഭമായിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ചെറിയ മക്കളോടൊക്കെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. നോക്ക്, നമ്മുടെയൊക്കെ വീട്ടിൽ ഉപ്പമാരൊക്കെ ഉണ്ട്. ഉപ്പമാരെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. കാര്യം ഈ ഉപ്പമാർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. മധ്യവയസ്കരൊക്കെ ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മരിച്ചു പോവുകയാണ്. ഒരു 40 വയസ്സിൻ്റെയും 55 വയസ്സിനിടയിലുള്ള ആളുകളൊക്കെ മരിക്കുകയാണ്. അപ്പോൾ 40ഉം 55 ഇടയ്ക്കുള്ള ഉപ്പമാരൊക്കെ ഉള്ള മക്കളൊക്കെ ഓർത്തോണം, അവരുടെയൊക്കെ ഭാര്യമാരൊക്കെ കേട്ടോണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം സൈലൻ്റ് അറ്റാക്കും കാർഡിയോ അറസ്റ്റൊക്കെ വന്ന് പെട്ടെന്ന് ഇവിടുന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നിങ്ങളുടെ സ്നേഹം, ശ്രദ്ധ, കാരുണ്യമൊക്കെ ഉണ്ടാവണം. കാരണം പ്രത്യേകിച്ച് ഈ ഉപ്പമാരൊക്കെ മരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അവരുടെ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, ജോലി എന്നത്തെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഈ പുതിയ കാലഘട്ടത്തിനകത്ത് മക്കൾ തിരിച്ചു കൊടുക്കാത്ത സ്നേഹത്തിൻ്റെ പേരിൽ ഒരു മകള് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഉപ്പ മകളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസ സ്നേഹത്തിൻ്റെ പേരിൽ മകള് ഉപ്പയോട് കാണിക്കാത്ത ചില നീതികേടുകളെല്ലാം ഈ ഉപ്പയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ പുറത്തൊന്നും ഇത് കാണിക്കില്ല, ആൾക്കൂട്ടങ്ങളിലൊന്നും കാണിക്കില്ല, ഇതൊന്നും തുറന്ന് മനുഷ്യൻ പറയില്ല. എല്ലാം ഉള്ളിനകത്ത് ഈ മനുഷ്യൻ ഒതുക്കി ജോലി എന്ന സ്ഥലത്തോ വിദേശത്തോ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്ന സമയത്തോ ഒക്കെ ഒരിക്കലും ജീവിതത്തിൽ തിരിച്ച് ഉണരാത്ത രീതിയിൽ മനുഷ്യൻ ഉറക്കത്തിൽ ചിലപ്പോൾ മരിച്ചു പോകും. അല്ലെങ്കിൽ ജോലി എന്ന സ്ഥലത്ത് അവിടെ നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കും. കാർഡിയോ അറസ്റ്റ്, സൈലൻ്റൊക്കെ വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളൊക്കെ ഇത് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉപ്പമാരെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. പൂർണ്ണമായും അവരെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് അവർക്ക് വിധേയപ്പെടുക എന്നതാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഉപ്പയും ഉമ്മയുമാണ്. നിങ്ങളുടെയൊക്കെ മറ്റൊരുവൻ്റെ കരങ്ങളിലേക്ക് ഒരു പെൺകുഞ്ഞിനെ പിടിച്ച് അല്ലെങ്കിൽ പെൺകുഞ്ഞിനെ പകുത്തു കൊടുക്കാൻ സർവ്വ സൈനാധിപൻ്റെ അധികാരം പകുത്തു കൊടുത്തിരിക്കുന്നത് ആ ഉപ്പയിലാണ്. അങ്ങനെ അധികാരം കൊടുത്തിരിക്കുന്നവനെ ആൾക്കൂട്ടങ്ങളിൽ ഒരിക്കലും അവഹേളിക്കരുത്. പല കുഞ്ഞുങ്ങളുമൊക്കെ ഒരു കഷ്ണം പേപ്പറിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോകാം. ഉപ്പ പൊറുക്കണം, ഉമ്മ പൊറുക്കണം, ഞാൻ പോവുകയാണ്, എന്നെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇറങ്ങിപ്പോകാനൊക്കെ പറ്റും ഈസി ആയിട്ട്. പക്ഷേ അത് 18 വർഷത്തിൻ്റെ വളർത്തുനോവിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങൽ അതിനുള്ളിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല കുഞ്ഞുങ്ങളും വീട് വിട്ടിറങ്ങുമ്പം സ്വമേധയാ തീരുമാനിക്കുന്ന പല ബന്ധങ്ങളും ഇന്ന് ശാസ്ത്രലോകം ഇന്ന് അത്ഭുതത്തോട് നോക്കിക്കാണുന്നുണ്ട്. ഒരു പ്രണയവും ഇന്നും വിജയിച്ചായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. അതൊന്നും ദീർഘസുമംഗലിയായി ഭവിക്കപ്പെട്ടിട്ടുമില്ല. കാരണം എന്താ, മാതാപിതാക്കളുടെ കൺസെൻറ്റ് വാങ്ങാതെ സ്വന്തമായി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഇന്ന് പരാജയത്തിലാണ് പെട്ടിരിക്കുന്നത്, പരാജയത്തിൽ. അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. കാരണം ഉപ്പ എന്ന് പറയുന്നത് കേവലം ഒരു വാക്കിൽ ഒന്ന് ഒതുങ്ങുന്നൊരു വാക്കല്ല. ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്ന 3 അക്ഷരം ഒതുങ്ങില്ല. കാരണം അച്ഛനെന്ന് പറയുന്നതിനകത്ത് ഒരുപാട് വ്യാപ്തിയുണ്ട്. അതിനകത്ത്
ഒരച്ഛൻ ഏറ്റവും കൂടുതൽ മക്കളിൽ സന്തോഷിക്കപ്പെടുന്നത് മക്കളുടെ വിജയത്തിന് മുമ്പിലാണ്. ഒരു മക്കൾ ഉന്നത വിജയം നേടുമ്പോഴാണ് ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ അച്ഛൻ എപ്പോഴും സന്തോഷിക്കുന്നത്. ഒരച്ഛൻ ഏറ്റവും മൗനിയാവുന്നത് മക്കളുടെ മറവിക്ക് മുമ്പിലാണ്. മക്കൾ മറന്നു പോവും ഉപ്പയുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോഴാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ മൗനിയായി പോവുക. ഒരച്ഛൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? മക്കൾ വിമർശിക്കപ്പെടുമ്പോഴാണ്. മക്കളുടെ വിമർശങ്ങൾക്ക് മുമ്പിൽ ഒരു ഉപ്പ എപ്പോഴും അല്ലേ എപ്പോഴും തകർന്നു പോകും. ഒരു ഉപ്പ ഉപ്പയിൽ ഇല്ലാണ്ടാവുന്നത്, ഒരു അച്ഛൻ അച്ഛനിൽ ഇല്ലാണ്ടാവുന്ന എപ്പോഴാണെന്നറിയാമോ? അവരെ പരിഗണിക്കാതെ വരുമ്പോഴാണ്. അവരെ പരിഗണിക്കാതെ വരുമ്പോൾ. അതേപോലെ അവരുടെ ആവരാധികളെക്കുറിച്ച്, അവരുടെ ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ച്, വയസ്സായാലും അടങ്ങിയിരുന്നോ, ഇനി എങ്ങോട്ടാണ്, അല്ലെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട എന്ന് പറയുമ്പോഴാണ് ഒരു ഉപ്പ എന്ന് പറയുന്ന മനുഷ്യൻ തകർന്നു പോവുക. തകർന്നു പോവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തകർന്നു പോകും. മനസ്സ് തകർന്നു പോവുകയാണ്. ആ തകർന്നു പോയ മനസ്സിനെ പിന്നെ പുനർജീവിക്കാൻ അവന് പറ്റില്ല. കാരണം ഇന്ന് ഗാർഹിക അന്തരീക്ഷങ്ങളിൽ കൊലായികളിലും വീട്ടിനകത്തും കുഴമ്പൊക്കെ മണത്ത് വീട്ടിനകത്ത് ഒരു തേഞ്ഞ ചെരുപ്പും ഒരു നരച്ച വെള്ള ഷർട്ടും ഒരു തലപ്പാവുമൊക്കെ ഇട്ട് വീടിനകത്ത് ഒരു വടിയുമായിരിക്കുന്ന 75-80 വയസ്സുള്ള വാർദ്ധക്യങ്ങളുണ്ട്. ആ വാർദ്ധക്യങ്ങളുടെ പോക്കറ്റുകളിൽ മക്കളിൽ അവർക്ക് നാണയത്തൊട്ടുകൾ പൈസയൊക്കെ വെച്ച് കൊടുക്കണം. നമ്മുടെ വിയർപ്പിൻ്റെ ദശാംശം അവരെ പോക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പോഴേ ഉപ്പയ്ക്കൊക്കെ ധൈര്യം കിട്ടുകയുള്ളൂ. അപ്പോൾ അവർ മനസ്സിലാക്കും, സർവ്വ സൈനാധിപൻ്റെ അധികാരം എന്നിലുണ്ട്, എനിക്കൊരു ധൈര്യമൊക്കെ ഉണ്ട്, എൻ്റെ മകൻ എന്നെ പരിഗണിക്കുന്നുണ്ട്. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ വിയർപ്പിൻ്റെ ദശാംശ എൻ്റെ കുട്ടി എനിക്ക് മുടങ്ങാതെ തരണത് അല്ലേ, എൻ്റെ കുഞ്ഞ് അവൻ്റെ വിയർപ്പിൻ്റെ ദശാംശ ഈ അച്ഛനായി എനിക്ക് തരണത്. എത്ര സുഹൃതമാണ് എൻ്റെ മകൻ്റെ കാഴ്ചപ്പാട് എന്നിലുള്ളത്. അങ്ങനെ അച്ഛന്മാരെ അപ്പന്മാരെ ഒക്കെ നമ്മൾ ബലപ്പെടുത്തണം. അതാണ് ലഹരി. അവരെ സ്നേഹിക്കുക എന്നാണ് ലോകത്ത് ഏറ്റവും വലിയ ലഹരി. മാതാപിതാക്കളെ കാണാതെ പോകുന്ന ഈ മനുഷ്യൻ അല്ലെങ്കിൽ മക്കൾ ലോകത്ത് എവിടെയാണ് വാഴ്ത്തപ്പെടുത്തുക? എനിക്കിവിടെ ഇരിക്കുന്ന ഉമ്മമാരോടും ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരോടും ഒക്കെ ഒരു അപേക്ഷയുണ്ട്. എൻ്റെ അപേക്ഷയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. എൻ്റെ അപേക്ഷയാണ്. ഒരിക്കൽ കൂടെ പറയാം, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ ഉരുകിത്തീരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉരുകിത്തീരുക. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഇന്ന് തൊട്ട് നിങ്ങളൊന്ന് ചേഞ്ച് വരുത്തി നോക്കൂ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ജീവിച്ചു നോക്കൂ. അവർക്ക് വേല ചെയ്യുക, അവർക്ക് പ്രാർത്ഥിക്കുക, അവർക്ക് കടമ നിറവേറ്റുക, അവരുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുക. കുറഞ്ഞ നാളെ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എൻ്റെ അമ്മയ്ക്ക് 74 വയസ്സുണ്ട്, 74. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് 80 വയസ്സാണ്, 18 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ മേരിക്കുട്ടിയുടെ ആയുസ് ഇനി 6 വർഷം കൂടി ഉള്ളൂ, 6 ഇയേഴ്സ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഗുണിച്ച് നോക്കും. 6 ഗുണിക്കണം 365 = 2190 ദിവസം. അതിൽ പകുതി പകലും പകുതി രാത്രിയാണ്. അങ്ങനെയെങ്കിൽ 1090 ദിവസമുണ്ട്. ആ 1090 ദിവസം മലപ്പുറം ജില്ലയിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ പുള്ളിപ്പാടം വില്ലേജിൽ 13-ാം നമ്പർ വീട്ടിനകത്ത് എൻ്റെ അമ്മ ഒരു ഭാഗം കൊഴിഞ്ഞു പോയത് എൻ്റെ അമ്മ. ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടവളല്ല എൻ്റെ അമ്മ. എവിടെ പോകുമ്പോഴും അമ്മയെ കൂടെ കൂട്ടാറുണ്ട്. ഞാൻ പോകുന്ന സന്തോഷങ്ങളിൽ, ഞാൻ പോകുന്ന വിരുന്നുകളിലും, ബന്ധുമിത്രാദികളുടെ വീടുകളിലും. അതേപോലെ അമ്മ കയറാത്ത മലപ്പുറം ജില്ലയിലെ ഒരു ഹോട്ടൽ, എല്ലാ ഹോട്ടലും അമ്മ കയറിയിട്ടുണ്ട്. അമ്മ പോകാത്ത ബന്ധുമിത്രാദികളില്ല. ഭാഗം കൊഴിഞ്ഞു പോയെന്നുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് താങ്ങിക്കൊടുക്കാൻ എനിക്ക് കരത്തിലൊക്കെ നല്ല ശക്തിയുള്ളത് കൊണ്ട് അമ്മയെ കൂടെ കൂട്ടാറുണ്ട്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്, എൻ്റെ അമ്മയ്ക്കുള്ള. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ തീർത്തും ഒറ്റയായിപ്പോയി. പലപ്പോഴും ഒരു പേടിയാണ് അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തി പോകാൻ. നോക്കാൻ ഒരു സർവൻ്റിനെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കാര്യക്ഷമമായി അമ്മയെ നോക്കണം. കാരണം അച്ഛനെ അത്ര പരിഗണിക്കാൻ പറ്റിയിട്ടില്ല, തിരക്കിനകത്ത് വിട്ടുപോയി. അച്ഛൻ മരിച്ചപ്പോഴാണ് അറിയുന്നത് അച്ഛനെ കുറച്ചും കൂടെ പരിഗണിക്കാമായിരുന്നു, കുറച്ചും കൂടെ ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമായിരുന്നു. അവസ്ഥകളും സാഹചര്യങ്ങളും സൗഹൃദങ്ങളും ഒരുപാട് ഡോക്ടറുമായിട്ട് അവിഭാജ്യ ബന്ധമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ അച്ഛന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. വേദനയുണ്ട് മക്കളെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ അച്ഛൻ വേണേ പോകാം, പോകല്ലേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ആ പോവുകയല്ലേ എന്ന് ചോദിച്ചാൽ നിർബന്ധിക്കാൻ പറ്റിയില്ല അച്ഛനോട്. പക്ഷെ അച്ഛൻ്റെ വേദനകൾ കാർഡിയോ അറസ്റ്റിൻ്റെ ചില ലക്ഷണങ്ങളായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വീട്ടിലെത്തിയ സമയത്ത് എത്താറായപ്പോൾ എനിക്ക് ഫോൺ വന്നു. എവിടെ എത്തി? ഫിലിപ്പെട്ട അയൽവാസി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കുറച്ച് എളുപ്പം വരണം, അച്ഛന് ചെറിയൊരു അസ്വസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. ഫോൺ കട്ടായില്ല. ആൾക്കൂട്ടത്തിനകത്തുനിന്ന് വർത്താനം കേട്ടു. ഫിലിപ്പേട്ടൻ ഫോൺ എടുത്തിട്ടുണ്ട്, വരുന്നുണ്ടെന്ന് പറയുന്നു. അറിയിച്ചോ ചോദിച്ചു. അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കലും പിന്നെ എനിക്കൊന്നൊരു ഓർമ്മ കിട്ടുന്നൊന്നുമില്ല. ഒരു മങ്ങലായിരുന്നു. വണ്ടി നല്ല സ്പീഡിൽ വിട്ടു. എങ്ങനെ മഞ്ചേരിയിൽ നിന്ന് മമ്പാട് വീട്ടിലേക്ക് വണ്ടി വിട്ടാൽ ഒരു 3/4 മണിക്കൂർ വേണം. പക്ഷെ ഒരു 12 മിനിറ്റ് കൊണ്ട് ഞാൻ വണ്ടി എൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തിച്ചു. അപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വണ്ടി നിർത്തി ഓടി മുറിക്കകത്ത് കയറിയപ്പം കട്ടിലിൽ അച്ഛനിങ്ങനെ നോക്കുന്നുണ്ട് എന്നെ. ഇങ്ങനെ
എനിക്ക് തോന്നുന്നു എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. മൂക്കിനകത്തൂടെ ചോര വന്ന് കിടക്കുന്നുണ്ട്, വായിലും ഒരു തുള്ളി ചോരയുണ്ട്. അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റണമൊന്നുമില്ല. പക്ഷെ കരയാനൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അച്ഛൻ്റെ മുഖത്ത് കുറച്ച് നേരം നോക്കി നിന്നു. അപ്പം ഇങ്ങനെ മനസ്സുകൊണ്ട് തോന്നി, കുറച്ച് ഞാൻ ശ്രദ്ധ തന്നിരുന്നെങ്കിൽ എന്നെ വിട്ടു പോകില്ലായിരുന്നൊക്കെ തോന്നി, മനസ്സുകൊണ്ട് തോന്നി. പക്ഷേ തിരക്കുകളും അല്ലെങ്കിൽ ചില അവരെ ഗവനിക്കാൻ പറ്റിയില്ലല്ലോ. വലിയ നൊമ്പരം എപ്പോഴും, ഇന്നും ആ നൊമ്പരം മനസ്സ് സൂക്ഷിക്കുന്നുണ്ട്. ഇന്നും ഞാൻ സെമിത്തേരിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പൊട്ടിക്കരയും, ആരുമില്ലാതെ. എനിക്കൊരു സമയം, എനിക്ക് നശിച്ചൊരു സമയം എന്നെ ചിന്തിപ്പിക്കാൻ പറ്റിയില്ലെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ അച്ഛൻ്റെ കുർബാനകളെല്ലാം ഇന്ന് ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞ് സെമിത്തേരിയിൽ പോയതിന് ശേഷമാണ് അച്ഛൻ്റെ പേര് പറഞ്ഞാൽ അപ്പോൾ സങ്കടം വരും. അമ്മയേറെ നല്ല രീതിയിൽ അമ്മയെ ഇന്ന് അതിൻ്റെ പേരിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അച്ഛൻ പോയപ്പോൾ അമ്മ തീർത്തും ഒറ്റയ്ക്കാണ് പോയി. ഇവിടെ ഉപ്പ നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉമ്മമാരുണ്ടെങ്കിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കുക, ആ ഉമ്മയെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുക. കാരണം അവരുടെ ഒരു പാതി നഷ്ടപ്പെടുമ്പോഴാണ് ഒരു പാതി ഏറ്റവും കൂടുതൽ വേദനിക്കുക. ആ വേദന സമയത്ത് ഒരിക്കലും അവരെ നൊമ്പരപ്പെടുത്തരുത്, കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അതുകൊണ്ട് അവർക്ക് നല്ല സുഹൃത്തുക്കളൊക്കെ ചെയ്യുക, നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവർക്ക് നമുക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ വാങ്ങും, നമ്മൾ മണിക്കൂർ കണക്ക് നമ്മൾ പർച്ചേസ് ചെയ്യും. പക്ഷെ നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യും. അല്ല, ഉപ്പയ്ക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് വാങ്ങാം. വെള്ള ഷർട്ട്, വെള്ള മുണ്ട്, 450-500 റുപ്യേൻ്റെ മുണ്ട്, ഇന്ന ഒരു ചെരുപ്പ്. പക്ഷെ നമുക്കൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ 3-4-5 മണിക്കൂറൊക്കെ പർച്ചേസ് ചെയ്യുന്ന ചെറുപ്പക്കാരെ ഞാൻ കാണാറുണ്ട്. ഇട്ടത് ഊരി വീണ്ടും സെൽഫിയൊക്കെ എടുത്ത് മണിക്കൂർ കണക്കിന്. പക്ഷെ വാർദ്ധക്യങ്ങളെ കൺസിഡർ ചെയ്യുക, അവരെ വല്ല ബീച്ചിലോ കടൽ തീരത്തോ ഒക്കെ ഒന്ന് കൊണ്ടുപോവുക. 2 വട്ടം നിർബന്ധിച്ചാൽ മതി, വന്നോളും. പേരിന് ചോദിക്കരുത് വരുന്നോന്ന്. അപ്പോൾ അവർ പറയും, ഇല്ല മക്കളെ ഞങ്ങൾ പോയി അറിയും. കാര്യം നിങ്ങളൊന്ന് നിർബന്ധിച്ച വലിയ സന്തോഷമാണ്. നല്ല ഷർട്ടൊക്കെ എടുത്ത് അയൺ ചെയ്ത് കൊടുത്തിട്ട് ഇട് ഉമ്മ, ഇതിട്. ആ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി വെച്ച് നോക്കിയ പുറത്ത്. ആ ചെരുപ്പ് കഴുകുന്ന കാണുമ്പോൾ മകൻ്റെ ഭാര്യ ആ ചെരുപ്പ് കഴുകുന്ന കാണുമ്പോൾ ഒരു 80 വയസ്സുള്ള ഉപ്പയ്ക്ക് മനസ്സിലാവും, എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് എൻ്റെ ചെരുപ്പൊക്കെ ഓള് കഴുകി വെച്ചിരിക്കണേ, ഇതാ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ചോദിക്കാൻ വേണമെങ്കിൽ വരുന്നോന്ന്. ഇല്ല മക്കളെ പോയി വാറേ. അപ്പോൾ നമ്മൾ ചോദിച്ചല്ലോ, ഇല്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ, നമുക്ക് ഉത്തരം കിട്ടിയല്ലോ, നമുക്കതാ വേണ്ടത്. പക്ഷേ വാർദ്ധക്യം നമ്മളെ തേടി എത്തുന്നുണ്ട് അല്ലേ, എത്തുന്നുണ്ട്. നമ്മൾ സൗകര്യത്തിൽ നിന്ന് ജീവിക്കും. എന്നൊക്കെ വെർച്വലായിട്ട് നമ്മുടെ മാതാപിതാക്കളെയൊക്കെ മരണങ്ങൾ കാണുന്നത്. പത്തനംതിട്ടയിൽ ഒരുത്തൻ ഇന്ന് കണ്ടോ നിങ്ങൾ, ടി വിക്കകത്ത് 4 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ നല്ല തിരക്കാണ്. അമേരിക്കയിലാണ് മകൻ, സമ്പന്നനാണ്, 2 ആൺകുട്ടികൾ, 2 പേരും USA-ലാണ്. അമ്മ മരിച്ചുപോയി. പക്ഷെ ഫ്യൂണറലിൽ തൻ്റെ വില കൂടിയ ലക്ഷറി ബെൻസിലാത്തിരുന്നും കൊണ്ട് വണ്ടിയിൽ നിന്നിട്ട് ഫ്യൂണറൽ കാണുകയാണ്. ആ ശവസംസ്കാരം സെമിത്തേരിയിലേക്ക് ബോഡി എടുക്കുന്നതൊക്കെ ജനിപ്പിച്ച അമ്മയുടെ ശരീരം അങ്ങ് സെമിത്തേരിയിൽ മറവ് ചെയ്യുന്നതിനകത്ത് വെർച്വലായിട്ട് കാണുന്ന ഒരു പരിഷ്കൃത സമൂഹമുണ്ട്. അവിടെ തൃശ്ശൂരിൽ ബോംബെ നഗരത്തിൽ 54 വയസ്സുകാരെ സുഹാസിനി എന്ന് പറയുന്ന അമ്മ മരിച്ചുപോയി. അമ്മയെക്കുറിച്ചൊരു വിവരമൊന്നും കിട്ടുന്നില്ല. മുംബൈ അന്ന് അമേരിക്കയിൽ നിന്ന് ബാന്ദ്ര പോലീസിലേക്ക് ഒരു വിവരം കിട്ടി, എൻ്റെ ഫ്ലാറ്റ് തുറക്കുന്നില്ല, ഫോൺ അമ്മ അറ്റൻഡ് ചെയ്യുന്നില്ല, അമ്മയെക്കുറിച്ച് വിവരമില്ല, ഫ്ലാറ്റ് നമ്പർ ഇത്രയാണ്, ഫിംഗർ ഉപയോഗിച്ചാൽ മാത്രമേ ഫ്ലാറ്റ് തുറക്കുകയുള്ളൂ. സമ്പന്നരുടെ ഫ്ലാറ്റിനകത്ത് സുഹാസി എന്ന് പറയുന്ന അമ്മ ആളനക്കമില്ല എന്ന മെസ്സേജ് ബാന്ദ്ര പോലീസിന് കിട്ടിയിരിക്കുന്നു. ബാന്ദ്ര പോലീസിൽ IPS ഉദ്യോഗസ്ഥൻ 2 ടീമുകളും ആ ഫ്ലാറ്റിലെത്തി, ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി. 54 വയസ്സുകാരെ അമ്മ സുഹാസിനി ഡൈനിങ് ഹാളിനകത്ത് മരിച്ചു കിടക്കണു. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഡൈനിങ് ഹാളിന് മുകളിൽ. തൊട്ട് മുകളിൽ തൻ്റെ ഏക മകൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ മരുന്നുകളുടെ പാത്രങ്ങൾ ഇപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ മുകളിലുണ്ട്. പക്ഷെ അമ്മ മരിച്ചിട്ട് 50 ദിവസം കഴിഞ്ഞിരിക്കണു. പക്ഷെ അമ്മയുടെ ശരീരത്തിനകത്ത് മാംസമില്ല, അസ്ഥി കൂടെ മാത്രമാണ് അമ്മയുടെ ശരീരത്തിലുള്ളത്. അമ്മയുടെ ശരീരത്തിന് മധുരമുള്ളത് കൊണ്ട് ഉറുമ്പ് മൊത്തം അമ്മയെ കൊണ്ടുപോയി തീർത്തു. അങ്ങനെ ആ ബാന്ദ്ര പോലീസ് അറിയിച്ച് ചെറുപ്പക്കാരൻ മുംബൈയിലെത്തി. ചോദിച്ചു മുംബൈ പോലീസ്, അല്ലയോ മാന്യ ജെന്റിൽമാൻ, നിങ്ങൾ അമ്മയെ അവസാനമായി കണ്ടതെന്നാണ്? 5 വർഷങ്ങൾക്ക് മുമ്പ് സാർ. നിങ്ങൾ അമ്മയെ അവസാനമായി ഫോൺ ചെയ്തതെന്നാണ്? 6 മാസങ്ങൾക്ക് മുമ്പ് സാർ. നോക്ക്, ഏക മകനാ അമ്മയെ ഫോൺ ചെയ്ത് 6 മാസങ്ങൾക്ക് മുമ്പാണെന്ന് അല്ലേ. അങ്ങനെയുമുണ്ട് ചില മക്കൾ. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തരുത്. അവരാകട്ടെ ലഹരി. ഉമ്മ എന്ന് പറയുന്നത് കേവലം ഉമ്മയെക്കുറിച്ച് പറഞ്ഞും അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റത്തൊന്നുമില്ല പെട്ടെന്ന്. സമദാനി സാഹിബ് മനോഹരമായൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് വേദിയിൽ. യൂസഫ് അലി അദ്ദേഹം ഒക്കെ ഇരിക്കുന്നൊരു വേദിയിൽ. അവിടെ പറയുന്നുണ്ട്, ശങ്കരാചാര്യ തിരുവടികളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ശങ്കരാചാര്യ തിരുവടികൾ, സർവജ്ഞ പീഠമേറിയ ശങ്കരൻ 8ാമത്തെ വയസ്സിൽ 80 വയസ്സിൽ സ്വീകരിക്കേണ്ട അറിവുകൾ സ്വായത്തമാക്കിയ 7 അറിവുകൾ സ്വായത്തമാക്കിയ ശങ്കരാചാര്യൻ.
ശങ്കരാചാര്യൻ അമ്മയോട് പറയാതെ ആ വീട് വിട്ടിറങ്ങുന്നത്. അമ്മയ്ക്ക് വേദനയ്ക്കുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ആ വീട് വിട്ടിറങ്ങുകയാണ്. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നിയാൽ അമ്മയുടെ മുമ്പിൽ ഈ മകൻ പ്രത്യക്ഷപ്പെട്ടുകൊള്ളുമെന്ന് പറഞ്ഞാണ് ശങ്കരാചാര്യൻ വീട് വിട്ടിറങ്ങുന്നത്. അങ്ങനെ അവലംബശയിൽ അമ്മ ആര്യാംബിക മരിക്കാൻ പോകുന്ന സമയത്ത് മകനെ കാണാൻ വല്ലാത്ത വേദന തോന്നുമ്പോൾ മകൻ അങ്ങ് അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മകനെ എന്നെ കാൽപ്പെരുമാറ്റം കേട്ടിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, ആരാന്നല്ല ചോദിച്ചത്, മോനെ ശങ്കര, 9.5 മാസക്കാലത്തോളം ഈ അമ്മ ഉദരത്തിൽ നിന്നെ നൊന്ത് ചുമന്ന് വളർത്തി വലുതാക്കിയില്ലേ എൻ്റെ കുഞ്ഞ്, സർവജ്ഞ പീഠമേറിയില്ലേ, അറിവുകളുടെ ഗിരിശൃംഗരങ്ങൾ നീ ചവിട്ടിക്കയറിയില്ലേ, പക്ഷേ ഈ അമ്മയ്ക്ക് നീ എന്താ മടക്കി തരിക ശങ്കര? താ, അമ്മ ഇതാ പ്രാണം പിടിയാൻ പോകുന്നു, എൻ്റെ കുഞ്ഞ് എനിക്ക് എന്താ തരിക? കൈകൾ കൂപ്പിക്കൊണ്ട് ശങ്കരൻ അമ്മയ്ക്ക് മുമ്പിൽ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അമ്മേ, 9.5 മാസക്കാലത്തോളം അമ്മ എന്നെ ഉദരത്തിൽ ചുമന്ന സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണത്തോട് വിശപ്പില്ലായ്മ ഉണ്ടായിരുന്നു അമ്മേ, നൈരുച്യം. അമ്മയ്ക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിട്ടുണ്ടോ അമ്മേ? നൈരുച്യം. രുചി കുറഞ്ഞു പോയത് കൊണ്ട് എൻ്റെ അമ്മ ഭക്ഷണം കുറച്ചു മാത്രമേ ആഹരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മേ. തൽഫലമായി എൻ്റെ അമ്മ മെലിഞ്ഞു പോയിരുന്നു. തനുശോഷണം, മലമയി ചെയ്യാച്ച സാമ്പൽശ്ശേരി, എൻ്റെ മലമൂത്രത്തിൽ അമ്മ നനഞ്ഞു കുതിർന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മേ. എന്ത് പ്രത്യുപകാരമാണ് അമ്മേ, പശ്ചാത്താപമാണ് അമ്മേ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞാലും മകൻ്റെ വാക്കുകൾ പറഞ്ഞവസാനിക്കുന്നിടത്ത് അമ്മ മരണപ്പെടുകയാണ്. നോക്ക്, പലപ്പോഴും അങ്ങനെയാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു പേറ്റുനോവിൻ്റെ അടയാളമുണ്ട്, പുക്കിൾക്കൊടി. ലോകത്ത് ഇത് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ. ലോകത്തിനെ വെല്ലുവിളിച്ചിരുന്നു. എന്താ വെല്ലുവിളിച്ചത്? എൻ്റെ മെയിഞ്ചിബിൾ ശരീരം വേണം എനിക്ക്, മെയിഞ്ചിബിൾ. ഈ പുക്കിൾക്കൊടി കാണാൻ പാടില്ല, അതിലില്ലാതാക്കണം. ശാസ്ത്രലോകം അങ്ങനെ 14 ഡോക്ടർമാർ ഒത്തുകൂടി ഷിക്കാഗോയിൽ അവരെ കണ്ടെത്തി സർജറി ചെയ്യാൻ തീരുമാനിച്ചു. സർജറി നടത്തി 14 ദിവസം കഴിഞ്ഞപ്പോൾ ആ വയറ് ഭാഗത്ത് അണുബാധ ഉണ്ടായി അപരനിൽ. അങ്ങനെ മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഇറങ്ങി. ലോസ് ഏഞ്ചൽസ് മെഡിക്കൽ ബുള്ളറ്റിൻ അത് പറയുന്നു, വൈദ്യശാസ്ത്രം ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധർക്കും മാതാവിൻ്റെ പുക്കിൾക്കൊടി ബന്ധം മാറ്റാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും വലിയ മർമ്മമാണ് പുക്കിൾക്കൊടി എന്ന് പറയുന്ന 18 മർമ്മങ്ങളിൽ ഏറ്റവും വലിയ മർമ്മം. 9.5 മാസക്കാലത്തോളം അമ്മയുടെ ഉദരത്തിൽ കിടന്ന സമയത്ത് മക്കളുടെ ശരീരത്തേക്ക് ഒരു കേബിൾ വയറിലൂടെ അന്നജവും വിറ്റാമിൻ പ്രോട്ടീനും എല്ലാം ഇങ്ങനെ കേബിൾ വയറിലൂടെ ഊറ്റിക്കൊടുത്തതിൻ്റെ ഒരു തിരിശേഷിപ്പാണ് പുക്കിൾക്കൊടി. 9.5 മാസം കഴിഞ്ഞപ്പോൾ അത് കൂട്ടിക്കെട്ടി. അതിനടയാളം എൻ്റെയും നിൻ്റെയും നിങ്ങളുടെയൊക്കെ മേത്തുണ്ടത്. ലോകത്തോട് മൈക്കിൾ ജാക്സൺ മാപ്പ് പറഞ്ഞു, ലോകമേ നീ എനിക്ക് മാപ്പ് തരിക, മാതാവിൻ്റെ പുക്കിൾക്കൊടി ബന്ധം എൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് മായ്ക്കാൻ സാധിക്കില്ല എന്ന ധാരണ മനസ്സിലാക്കിയതിന് മാപ്പ് തരിക. അപ്പം അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് ഉമ്മ. ഒരു ഉമ്മമാരെയും അമ്മമാരെയും സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോൾ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പുകൾക്കും വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷകശ്രീ അവാർഡ് പോലും കിട്ടാത്ത മകളുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാണ് നമ്മുടെയൊക്കെ അമ്മമാർ. അവരെയൊന്നും സങ്കടപ്പെടുത്തരുത്. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാടിൽ ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ണത്തിൻ്റെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിൻ്റെയൊക്കെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മത്തിൻ്റെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഞാനും നിങ്ങളുമൊക്കെ ചെറുപ്പത്തിൽ ഒരു അണ്ണാങ്കുഞ്ഞിനെ കിളിക്കുഞ്ഞിനൊക്കെ പിടിച്ച് ഉമ്മറപ്പടി താലോലിക്കുമ്പോൾ എല്ലാ ഉമ്മമാരും പറയും, മക്കളെ അതിനെ തുറന്നു വിടും മക്കളെ, അതിനെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള കരിയും, വിടും മക്കളെ എന്ന് പറയുന്നവളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വരവൊന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ എവിടെ എൻ്റെ കുഞ്ഞെന്ന് നോക്കി മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാകയാ ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് വാതിലുകളെല്ലാം കുറ്റിയിട്ട് വീടുറങ്ങിയതിന് ശേഷം
അവസാനം കിടന്നുറങ്ങി വീട് ഉണരുന്നതിന് മുമ്പ് ആദ്യം ഉണർന്നെഴുന്നേൽക്കുന്ന ആൾ രൂപത്തിൻ്റെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. പടച്ചോന്റെ മുമ്പിൽ സ്വന്തം ആകുലതകളും വേദനകളും എല്ലാം മറച്ചു വെച്ച് മക്കൾക്കായി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം, ഈ സ്നേഹം മാഞ്ഞു പോകുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, ഉമ്മയില്ലാത്ത വീട് വിടയല്ല, അമ്മയില്ലാത്ത വീട് വിടയല്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ മതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശ് മാഷ് സംസാരിച്ചപ്പോൾ ഞാനും അദ്ദേഹത്തെ പോലെ ഈ വേദിയിലും മഹലിലൊക്കെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ്റെ പല ഹദീസും ആയത്തുകളൊക്കെ കാണാപ്പാടം പഠിച്ചിരുന്നു. അത് എഴുതിയെടുത്തിട്ട് ഇങ്ങനെ നോക്കി പഠിക്കും ഇങ്ങനെ. പിന്നെ എനിക്ക് തോന്നി, ഞാൻ ഇടവണ ജോലി ചെയ്തപ്പോൾ ജാമിയ കോളേജിൻ്റെ അടുത്താണ്. അവിടെ ഒരുപാട് അധ്യാപകരുമായിട്ട് വല്ലാത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി, പരിശുദ്ധ ഖുർആൻ്റെ മലയാള പരിഭാഷകളും വിവർത്തനങ്ങളെല്ലാം ഒരു സാഗൂതം പോലെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വായിച്ചു തീർത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത്, അതിൻ്റെ ആത്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നത് 25-ാമത്തെ ആയത്താണ്. മാതാപിതാക്കളെ ചേ എന്ന വാക്കുകൊണ്ട് പോലും നിങ്ങൾ ഉച്ചരിക്കപ്പെടരുത്. ചേ പാപപങ്കിലതമാണ്. ചേ ഞാനിങ്ങനെ ആലോചിക്കും, ചേ എന്ന വാക്കാണോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്? ചേ എത്രയോ ചേകളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് മാതാപിതാക്കളോട് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ജീവിക്കുന്നതാണ് എൻ്റെ ലഹരി എന്ന് പറയാൻ ഓരോ മക്കൾക്കും സാധിക്കട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മക്കൾക്കൊന്നും വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക. ആ ജീവിക്കുന്ന കണ്ടിട്ട് നിങ്ങളുടെ മക്കൾ വിലയിടും, എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പ ഇങ്ങനെ നോക്കണം, എൻ്റെ ഉമ്മയും ഉപ്പ എനിക്ക് ഇങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു പാഠമാണ് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക. ഒരു വേദി എന്നൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, സാർ 19 വയസ്സ് വിവാഹിതയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ഭർത്താവുമാണുള്ളത്, ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയാണുള്ളത്. എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ പറ്റാറില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കൃത്യസമയത്ത് അവർക്ക് ഞാൻ വേല ചെയ്യുക? ചോദ്യമാണ്. ഓത്യാസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്ലയോ നാരി, നീ ഓർത്തുകൊള്ളുക, നീ ഇപ്പോൾ ആയിരിക്കുന്നത് നിൻ്റെ ഭർതൃഗൃഹത്തിലാണ്, അതായത് നിൻ്റെ ഭവനത്തിലല്ല. നീ ഇപ്പോൾ നിനക്ക് വിയർപ്പുകൊണ്ട് അപ്പം ചുട്ട് നൽകുന്നത് നിൻ്റെ ഭർത്താവാണ്. ആ ഭർത്താവിനെ നൊന്തു പ്രസവിച്ച മാതാപിതാക്കളുടെ കുറ്റങ്ങളും കുറവുകളും നീ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് നിനക്ക് എത്തിക്കാനാണ് ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് നീ ഭംഗിയായി ചെയ്തു കൊള്ളുക. അത് നീ ഭംഗിയായി ചെയ്താൽ പ്രത്യുത നിന്റെ സ്വഭവനത്തിൽ മറ്റൊരു പെൺകുട്ടിയാൽ നിന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത ഈ വേല ഞാൻ അവിടെ ചെയ്തു കൊടുത്തുകൊള്ളാം. എത്ര കണക്റ്റഡാന്ന് നോക്കിയേ അല്ലേ? ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും അവരുടെ കുറ്റങ്ങളും കുറവുകളും നീ കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് എത്തിച്ചു കൊടുത്താൽ പ്രത്യുത നിന്റെ സ്വഭവനത്തിൽ നിന്റെ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള വേല മറ്റൊരു പെൺകുട്ടിയാൽ ഞാൻ ചെയ്തു കൊടുത്തുകൊള്ളാം. യാതൊരു കാരണവശാലും നിന്റെ മാതാപിതാക്കളുടെ അടുത്ത് പോയി ഇരിക്കാനോ സഹവസിക്കാനോ ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനോ ഒരു നീണ്ട ഇടവേള ഞാൻ നിനക്ക് സമ്മാനിക്കില്ല. വേണമെങ്കിൽ അവരെ പോയി ആശുപത്രിയിലോ വീട്ടിലോ കണ്ടിട്ട് വേണേൽ പറയാം, ഉമ്മ ഉപ്പ പോട്ടോ, ഇക്കൊക്കെ വരാറായി, കുട്ടികൾക്ക് പഠിത്തമുണ്ട്, ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നിനക്ക് നീ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്ത് തിരികെ നിന്റെ വീട്ടിലെത്താം, ഭർത്താവിൻ്റെ വീട്ടിൽ വരാം. വീട്ടിലെത്തുന്ന സമയത്ത് നിനക്ക് ദൂതൻ വഴിയോ മെസ്സേജ് വരും, ഉമ്മ മരിച്ചിരിക്കണോ ഉപ്പ മരിച്ചിരിക്കണോ. ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടിപ്പോകാം. അത്രയേ ഉള്ളൂ സഹോദരി നിന്റെ അവസരം. അപ്പോൾ നിനക്ക് തന്നിരിക്കുന്ന അവസരം വിയർപ്പ് കൊണ്ട് നിനക്ക് ആരാണോ ഇപ്പോൾ അപ്പം ചുട്ട് നിനക്ക് നൽകപ്പെടുന്നത്, അവൻ്റെ പ്രിയരെ, അവനെ നൊന്ത് പ്രസവിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരത്തെ എത്തിക്കാനാ ഓത്യാസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗീയ കവാടത്തിൽ സഹോദരി ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം. അങ്ങനെ സ്വർഗത്തിൻ്റെ കവാടം ഞാൻ നിനക്ക് തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ഓത്യാസ് പറയുന്നത്. ഇത് ശാസ്ത്രീയമായിട്ടും ഭൗതികമായിട്ടും ആത്മീയവരുടെയൊക്കെ തെളിയിക്കപ്പെട്ട ഒരു ആധികാരിക ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അതുകൊണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ പ്രബുദ്ധമായ ഈ സാക്ഷര കേരളം അക്ഷരാർത്ഥത്തിൽ ഇവിടെ മാത്രമാണ് ഈ അമ്മായിമ്മപ്പോരും അമ്മായിപ്പം പോരും ഉള്ളത്. ആ മറ്റെവിടെയും പോയാൽ കാണാൻ പറ്റില്ല.
ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ എല്ലാ സ്ക്രീൻ സേവറിനകത്ത് നോക്കിയിട്ട് ആരുടെ ഫോട്ടോയാണ് സ്ക്രീൻ സേവറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ ആയിരിക്കും. കാര്യം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. നിങ്ങളുടെ ഒരു ആളുടെ മൊബൈൽ ഫോണിനകത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇടാൻ സാധിക്കില്ല അല്ലേ? ബുദ്ധിമുട്ടാ. മൊബൈലിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഓണായി വരുമ്പോൾ അമ്മായിപ്പൻ ഇങ്ങനെ ചിരിച്ചേക്കണം, ഇങ്ങനെ അമ്മായിമ്മ ചിരിച്ചേക്കണം ഇങ്ങനെ. കുറേ പേർക്ക് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട്. അമ്മായിപ്പൻ വേറെ ഒന്നും ഇയാൾക്ക് പറയാനില്ല. പറ്റിയൊരാൾ അമ്മായിപ്പൻ്റെ ഫോട്ടോ വാൾപേപ്പറിൽ വയ്ക്കുക. ബുദ്ധിമുട്ടാണ്. അതിനെ മറികടക്കുന്നവളെ നീ ഭാഗ്യവതി. ആ പ്രിയരെ, ഏവർക്കും വരോട് മഹല് കമ്മിറ്റി VRC മദ്രസ പൂർവ്വിദത്തി കൂട്ടായ്മ സംയുക്തമായി സംഘടിപ്പിച്ച ഈ മഹത്തരമായ ചടങ്ങ് നേരിട്ടും അല്ലാതെയും വെർച്വലൊക്കെ കാണുന്ന പ്രവാസ ലോകത്തിൻ്റെ സുഹൃത്തുക്കൾ, അതേപോലെ ദേശവാസികൾ, കുഞ്ഞുമക്കൾ, മദ്രസ പഠിതാക്കൾ, മതമേലധ്യക്ഷന്മാർ, സംഘാടകർ, ഏവർക്കും ഫിലിപ്പമ്പാടിൻ്റെ സ്നേഹം. അതേപോലെ ഈ വരുന്ന 31 ഞാൻ ദമാമിലുണ്ട്, സൗദി അറേബ്യയിൽ. ഒരു മാസത്തെ പ്രോഗ്രാമാണ്. റിയാദിൽ എക്സിറ്റ് 18 പ്രോഗ്രാമുണ്ട്. ആരെങ്കിലും കാണുന്നവരെ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെയൊക്കെ അവിടെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഞാൻ റിയാദിൽ വന്നത്. എക്സിറ്റ് 18 3000-ഓളം വരുന്ന ഒരു സദസ്സിനെയാണ് അഭിസംബോധന ചെയ്തത്. തീർച്ചയായിട്ടും KMCC നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഞാൻ പങ്കെടുക്കാൻ പോകുന്നത്. ഏപ്രിൽ 7 US ലോസ് ഏഞ്ചലീസിലേക്കാണ് എൻ്റെ യാത്ര. ഏപ്രിൽ 7 അതേപോലെ മാർച്ച് 12 ഞാൻ കാനഡയിലാണ്. യാത്ര എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ദൈവനിയോഗമാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക. വീണ്ടും ഒരിക്കൽ കൂടി പറയാം, എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫിലിപ്പ് മമ്പാടിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ലൈക്കും ഷെയറും ചെയ്താൽ വലിയ സന്തോഷമാണെന്ന് മാത്രം പറയുന്നു. കൂടെ എൻ്റെ കൂടെ അക്കോമഡേറ്റ് വന്നത് സെയ്ദാണ്. സെയ്ദ് മുഹമ്മദ് മഞ്ചേരിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ ഒരു കൗൺസിലറൊക്കെ ആയിരുന്നു. സെയ്ദിൻ്റെ ഉമ്മ ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. അതേപോലെ സോഡിയത്തിൻ്റെ കുറവൊക്കെ ഉള്ള ഒരു ഉമ്മയുടെ മകനാണ്, ഏക മകനാണ്. സെയ്ദും ഞാനും കുറേ നാളുകളായിട്ട് ഒന്നിച്ചാണ് യാത്ര. സെയ്ദ് വിദേശത്തൊക്കെ ഒന്നിച്ച് പോകാൻ സെയ്ദാണ് ഇത് പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. തിരിച്ചറിവ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ വഴി ഒരുപാട് പേർക്ക് കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ചാരിറ്റി ഒന്നുമല്ല. ഞാൻ എവിടെ പോയാലും എനിക്ക് വലിയ ചിലവോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സന്തോഷമായി നടന്നു പോകുന്നുണ്ട് ഇങ്ങനെ. അപ്പം എവിടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നാണ് സ്വാർത്ഥകമായും. ട്രാൻസ്പെറൻ്റാണ്, ഓഡിറ്റബിളാണ്, സത്യസന്ധമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏറെ ചെയ്യുന്നത് പൊതുജനം അറിയണമെന്നും താല്പര്യം എപ്പോഴാണ് തോന്നിയത്. കാരണം ഇരു കൈ ചേർന്ന് മറ്റു കൈ അറിയാൻ പാടില്ലെങ്കിലും പക്ഷേ പറഞ്ഞിട്ട് ഇതിൽ കാര്യമില്ല. അറിയണമെന്ന് അത് ചില നിബന്ധനകൾ പറയുന്നതുകൊണ്ട് തന്നെ അറിയണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ ഇതിലായിട്ട് എനിക്കില്ല. ഫേസ്ബുക്കിനകത്ത് ഏകദേശം ഒരു 6 ലക്ഷം പേരെ ഫോളോ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഇൻസ്റ്റാഗ്രാം റീസെൻ്റ്ലി ഇപ്പോൾ അടുത്താ തുടങ്ങി. കുട്ടികളൊക്കെ ചോദിക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഫിലിപ്പങ്കളേർ. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ 1,00,000 പേര് 100K എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. 101K ആയിട്ടുണ്ട് ഇന്നലെ നോക്കുമ്പോൾ. അതേപോലെ ഫേസ്ബുക്ക് പെട്ടെന്ന് ഒരു 2 വർഷമായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ ഒരു 6 ലക്ഷം പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിനകത്ത്. അപ്പം ഏതൊരു പോസ്റ്റ് ഇട്ടാലും 1 മില്യൺ 2 മില്യൺ ആളുകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ എന്നോട് ചെയ്ത് സുഹൃത്തൊക്കെ പറഞ്ഞു, ഈ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലൊക്കെ കൊടുത്തപ്പം ഏകദേശം 1.5-2 ലക്ഷം രൂപയൊക്കെ മോണിറ്റേഷൻ ഉണ്ട്, വേണമെങ്കിൽ കിട്ടും. ഒരുപാട് നാളുകളെ മോണിറ്റേഷൻ ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്, വാങ്ങിക്കൂടെ. യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനൽ എനിക്കില്ല കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ എടുക്കാറ്, ഒരു വീഡിയോ പോലും ഇങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ തോന്നി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എൻ്റെ പൈസ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ. ഇഷ്ടംപോലെ ആളുകളുണ്ട്, സങ്കടങ്ങളും ആകുലതൊക്കെ പറയുന്നവരൊക്കെ പലരും വിളിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് എന്തുകൊണ്ട് ഇത് കൊടുത്തുകൂടാ? അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്ക് പൊതുജനങ്ങൾക്ക് ധരിപ്പിച്ചുകൂടാ? അപ്പോൾ അതിപ്പോൾ തീർച്ചയായിട്ടും അവരോട് എൻ്റെ ദേശക്കാരോട് എൻ്റെ അഭ്യർത്ഥനയാണ്, പ്രവാസ ലോകത്ത് എല്ലാവരുടെ അഭ്യർത്ഥനയാണ്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടപ്പ് ടു മോർ ദാൻ ടുമോറോ അല്ലെങ്കിൽ അതാണത്തെ ഡേയ്സ് എനി ദിവസം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം, നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം, ലൈക്കും ഷെയറും തരണം. തീർച്ചയായിട്ടും ഇത്രയും നേരം വരോടിൻ്റെ ദേശം ഫിലിപ്പമ്പാടിനെ കേട്ടതിന്, അറിഞ്ഞതിന് ഏറെ സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഫോൺ ചെയ്യാം. അതേപോലെ ആർക്കെങ്കിലും ഇൻഡിവിജ്വലായിട്ട് കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ എൻ്റെ PRR സെയ്തുണ്ട്, നമ്പർ ഉണ്ട്, സെയ്തിനുണ്ട്. വിളിച്ചാൽ തീർച്ചയായിട്ടും സാമ്പത്തിക നിങ്ങൾക്കൊരു മുടക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കാനും ബാധ്യസ്ഥനാണ്. 754 പേരെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചതിനാണ് ലോകത്തെ പരമോന്നതമായ ഗിന്നസ് ബുക്കിൽ പേരുകൾ എത്തിച്ചേർത്തതിൻ്റെ സന്തോഷം കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞ്, ലഹരി എന്ന് പറയുന്നത് ഉമ്മയും ഉപ്പയും ആവട്ടെ, അവർക്ക് വേണ്ടി ആവട്ടെ നിങ്ങൾ ജീവിക്കുക എന്ന് വീണ്ടും ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക. താങ്ക് യു ഫിലിപ്പ് മമ്പാട്. ഓക്കെ.